വളരെ സന്തോഷം പ്രസ് ക്ലബ്ബ് ഇങ്ങനെയൊരു ജേർണലിസ്റ്റ് യൂണിയൻ ഇങ്ങനെയൊരു പരിപാടി മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടി സംഘടിപ്പിച്ചതിൽ. നമ്മളെ ഇനി തെരഞ്ഞെടുപ്പിലേക്ക് 2 ദിവസം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പോവുകയാണ്. നിരവധി പ്രാവശ്യം നിങ്ങളെ കണ്ടതാണ്, കാര്യങ്ങളെല്ലാം പലതവണ നമ്മൾ വിശദീകരിച്ചതുമാണ്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ MLA എന്ന നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 വർഷത്തെ വികസനത്തിൻ്റെ തുടർച്ച, 5 വർഷം ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചതിൻ്റെ അവരുടെ പ്രയാസങ്ങളും അവരുടെ പ്രശ്നങ്ങളും സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം പങ്കുചേർന്നുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷവും ഈ വടകരയിൽ തന്നെ ഉണ്ടായിരുന്നു. ഏത് സമയം വിളിക്കുമ്പോഴും അവരുടെ അടുത്ത് ഓടിയെത്താൻ, ഏത് പ്രതിസന്ധി പറയുമ്പോഴും അതൊക്കെ പോയി പറ്റാവുന്നതെല്ലാം പരിഹരിക്കാനും ഒരു MLA എന്ന നിലയ്ക്ക് പരിശ്രമിച്ചിട്ടുണ്ട്. അത് കുറേയേറെ അതിനകത്ത് നടത്താൻ കഴിഞ്ഞു എന്ന ആത്മസംതൃപ്തിയോടും കൂടി തന്നെയാണ് ഈ പ്രാവശ്യം ജനങ്ങളെ സമീപിക്കുന്നത്, വീണ്ടും വോട്ട് തൊടുന്നത്. കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് കുറേയേറെ പ്രയാസങ്ങളുണ്ടായിരുന്നു. അന്ന് ഞാൻ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. അപ്പോൾ മണ്ഡലത്തിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒന്നും അറിയില്ല. മണ്ഡലം പഠിക്കണം, വർക്ക് പഠിക്കണം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടോടു കൂടിയാണ് കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിന് ഇറങ്ങിയത്. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട് ജനപ്രതിനിധിയായതിന് ശേഷം ഈ മണ്ഡലത്തിലെ എന്താണ് പ്രശ്നങ്ങളെന്ന് പഠിക്കാനും ഈ മണ്ഡലത്തെ സംബന്ധിച്ച് നമ്മുടെ ജനങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ പഠിച്ച് കാര്യങ്ങൾ ചെയ്യാനും മണ്ഡലത്തിൽ തന്നെ പൂർണ്ണമായി ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ കുറച്ചുകൂടി നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. എല്ലാവർക്കും പരിചയമുണ്ട്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഏത് സ്ഥലത്ത് പോയാലും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സുപരിചിതമായിട്ടുമുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞ കുറേയേറെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്, തുടങ്ങിയതുണ്ട്, പൂർത്തിയായതുണ്ട്. എന്നാലും ജനങ്ങളോട് പറഞ്ഞ ഒട്ടനവധി കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിച്ചു എന്നതാണ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് അഭിമുഖീകരിക്കുമ്പോഴുള്ള സംതൃപ്തി. അപ്പം ഇനി ഒരു 5 വർഷം കൂടി ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ധാരണകളുണ്ട്. നമുക്ക് പൂർത്തിയാക്കാനുള്ള പദ്ധതികൾ ഏതൊക്കെയാണ്, നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ നന്നായ ധാരണയോടും വളരെ വ്യക്തമായ പ്രോജക്റ്റുകളും ഒക്കെ കൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം ജനങ്ങളുടെ അഭിമുഖീകരിക്കുന്നത്. ആ ഒരു വലിയ അഭിമാനവും ആത്മവിശ്വാസവും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ഉണ്ട് എന്നുള്ളത് കൂടി ഞാനൊരു പ്രാഥമികമായിട്ട് ഈ കാര്യം സൂചിപ്പിച്ചു എന്നതേ ഉള്ളൂ. കഴിഞ്ഞ 5 വർഷം ഈ വടകരയിൽ എനിക്ക് തോന്നുന്നു വടകരയിൽ വികസനം ഒന്നുമില്ല എന്നുള്ള ഒരു വലിയ പരാതിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരെ ഉയർന്നു വരുന്ന ഒരു കാര്യം. ഒരുപാട് പരാതികൾ ഉയർന്നു വന്നത് പൊതുവേ ഒരു 2ാമത് തവണ മത്സരിക്കുന്ന ആളുകൾ നേരിടുന്ന വലിയ തോതിലുള്ള പരാതികളും പരിഭവങ്ങളൊന്നും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രധാനമായിട്ടും വരുന്ന ഒരു കാര്യം, വടകരയ്ക്ക് വികസനങ്ങളൊന്നും വന്നിട്ടില്ല. വടകരയിൽ ഒരു വികസനവും ഉണ്ടായിട്ടില്ല. വികസന മുരടിപ്പ് മാത്രമാണ് ഈ 5 വർഷവും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതിന് എനിക്ക് പറയാനുള്ളൊരു മറുപടി എന്ന് പറയുന്നത്, കഴിഞ്ഞ 5 വർഷം അതിന് മുന്നേയുള്ള വടകരയെയും കഴിഞ്ഞ ഈ 5 വർഷം ഉള്ള വടകരയും തമ്മിൽ ഒരു താരതമ്യം. കഴിഞ്ഞ 5 വർഷത്തിന് മുന്നേയുള്ള വടകരയിലും ഇപ്പോൾ ഉള്ള വടകരയ്ക്ക് തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അപ്പം വികസനം ഈ ഒരു 5 വർഷത്തേത് മാത്രമാണോ എന്നുള്ളതാണ് ചോദ്യം. അതിന് മുന്നേയുള്ള വികസനത്തെ സംബന്ധിച്ച് എന്താണ് ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് 5 വർഷവും ഈ വടകരയ്ക്ക് കാര്യമായ വികസനം എടുത്തു പറയത്തക്ക പദ്ധതികളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. അതുതന്നെയാണ് ഇപ്പോഴും ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, മണ്ഡലത്തിൽ കാര്യമായ വികസനം അല്ലെങ്കിൽ എടുത്തു പറയാൻ ഒരു പദ്ധതികൾ എടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഒരു വികസനത്തിന് ഒരു സ്റ്റെപ്പ് വെക്കാൻ എനിക്ക് സാധിച്ചു എന്ന് വളരെ കോൺഫിഡൻസോടുകൂടി എനിക്ക് പറയാൻ സാധിക്കുന്നത്. അത് പ്രത്യേകിച്ചും വടകര മണ്ഡലത്തെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഈ 5 വർഷത്തിൽ ആദ്യത്തെ 2 വർഷം കോവിഡായിരുന്നു, നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഒരു വർഷം കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ
പദ്ധതികൾ ഒന്ന് MLA ഫണ്ട് പോലും നമുക്കുണ്ടായിരുന്നില്ല. MLA ഫണ്ട് കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ്. 1 കോടി മാത്രമാണ് നമുക്ക് ചിലവഴിക്കാൻ സാധിച്ചത്. അതിനുശേഷമുള്ള 3 വർഷത്തെ MLA ഫണ്ടും നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി കിട്ടുന്ന ബഡ്ജറ്റ് ഫണ്ടും അല്ലാതെ മറ്റൊരു ഫണ്ടും നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകമായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യവും കൂടി നിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വടകരയിൽ ഈ ഒരു 5 വർഷം ഏകദേശം 267 കോടിയിലധികം രൂപ ഈ വടകര മണ്ഡലത്തിൽ വിവിധങ്ങളായ വികസനങ്ങൾക്ക് ചെലവഴിക്കാൻ സാധിച്ചു എന്ന വലിയ അഭിമാനമുണ്ട്. അതാണ് നമ്മുടെ വികസനത്തിൻ്റെ ഒരു സ്റ്റെപ്പ് വെക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് എടുത്തു പറയുന്ന പ്രധാന പദ്ധതികളുള്ളത് വടകര മുനിസിപ്പാലിറ്റിയിൽ തന്നെയാണ്. വടകര മുനിസിപ്പാലിറ്റിയിൽ ഏകദേശം 150 കോടിയിലധികം രൂപ മുനിസിപ്പാലിറ്റിയിൽ മാത്രം നമുക്ക് ചിലവഴിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് ചിലതെല്ലാം പൂർത്തിയായിട്ടുണ്ട്, ഇനി പണി തുടങ്ങിയതുണ്ട്, ഇനി തുടങ്ങേണ്ടതായിട്ടുള്ളത്. അപ്പം തുടങ്ങാൻ വരെയുള്ള അതിലെ അവസ്ഥയിലേക്ക് എത്തിയ കാര്യമാണ് ഇവിടെയുള്ളത്. അതിൽ നമുക്ക് ആരോഗ്യ മേഖലയിൽ എടുത്തു കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയിൽ നിരവധി ആശുപത്രികൾക്ക് നമുക്ക് അവരുടെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് വയ്ക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൽ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി, നമ്മുടെ വടകര താലൂക്കിലുള്ള ഒരു ആയുർവേദ ആശുപത്രിയാണ് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി പുതുപ്പണത്തുള്ളത്. അതിൽ 50 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് അത് ബഡ്ജറ്റ് ഫണ്ട് ആണ്. അതിനകത്ത് ആദ്യത്തെ ബഡ്ജറ്റ് ഫണ്ട് നീക്കി വെച്ച് അവിടെ ഒരു പേവാർഡും അതേപോലെ തന്നെ അവിടുത്തെ ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉൾപ്പെടെയുള്ള യൂണിറ്റുകൾ കൊണ്ടുള്ള ഒരു ബ്ലോക്ക് നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിൻ്റെ പണി പൂർത്തിയായി. അതോടൊപ്പം അവിടുത്തെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ, ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ചില പ്രവർത്തനങ്ങളും അവിടെ വരുന്നു. ആ പ്ലാൻ ഫണ്ട് കിട്ടാൻ വേണ്ടി ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തി അതും അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആയുർവേദ ആശുപത്രിക്ക്. അവിടെ നിന്ന് ഇങ്ങോട്ട് പുതുപ്പണത്ത് നമുക്ക് പ്രീ മെട്രിക് ഹോസ്റ്റൽ, നമ്മുടെ കുട്ടികൾ ട്രൈബലിലെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം, നമ്മുടെ JNM-ഉം അതുപോലെ തന്നെ SGM-SB സ്കൂളും ട്രൈബലിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വിലങ്ങാട് മേഖലയിലൊക്കെയുള്ള ആ മേഖലയിലുള്ള കുട്ടികളാണ് ഇവിടെ ധാരാളമുള്ളത്. അവർക്ക് ഇവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. ആ ഹോസ്റ്റൽ താമസിച്ചിട്ടാണ് അവർ പഠിക്കുന്നത്. പക്ഷേ ആ ഹോസ്റ്റലിൻ്റെ ഭൗതിക സാഹചര്യം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ശോചനീയമായ അവസ്ഥയായിരുന്നു. നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾക്ക് അതറിയാവുന്നതാണ്, പലവട്ടം പോയി നോക്കിയതായിരിക്കും. അവർക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു, ബാത്റൂമിൽ പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. MLA ആയ സമയത്ത് അവിടെ പോയപ്പോൾ അവിടുത്തെ JNM സ്കൂളിലെ ചില അധ്യാപകർ നമ്മുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുകയും അതിനുവേണ്ടി അവരൊരു പരിശ്രമം നടത്തി 2018 ഭൂമി വിട്ടുകിട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. ഇറിഗേഷൻ്റെ ഭൂമി റവന്യൂവിലേക്ക് കൈമാറി കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നീട് ഒന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ട് അതിനൊരു പ്രവർത്തനം നടത്തണമെന്ന അവരുടെ ഒരു അഭ്യർത്ഥനയുടെ ഭാഗമായിട്ട് നമ്മൾ ആ ഫയലെടുത്ത് അത് ആദ്യം ഭൂമി റവന്യൂ വകുപ്പിൽ നിന്ന് നമുക്ക് പട്ടികജാതി വകുപ്പിലേക്ക് ആ ഭൂമി കൈമാറേണ്ടിയിരുന്നു. പട്ടികജാതി വകുപ്പിലേക്ക് ആ ഭൂമി കൈമാറി കിട്ടി. അതിന് കുറച്ച് സമയമെടുത്തു. അതിനുശേഷം അതിന് ഫണ്ട്, കാരണം ആ കുട്ടികൾ അത്രയും വേഗം നമുക്ക് ഒരു ഹോസ്റ്റലിൽ മാറ്റി താമസിച്ചില്ല, അത്രയേറെ ദയനീയമായിരുന്നു അവിടുത്തെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അതിന് ഫണ്ടിന് വേണ്ടി അന്നത്തെ പട്ടികജാതി വകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണൻ അവർകളോട് നമ്മൾ സമീപിച്ചു. അദ്ദേഹം അത് അനുകൂലമായിട്ട് തന്നെ എടുത്തു. ആ ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഫണ്ടാണ്. 4,82,00,000 രൂപ നമുക്ക് അവിടെ അനുവദിച്ച് കിട്ടി. കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് നൽകുന്നൊരു ഫണ്ടായിരുന്നു. ആ ഫണ്ട് നമുക്ക് അനുവദിച്ച് കിട്ടി. ആ ഫണ്ടിൽ നിന്ന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 വർഷമാണ് കാലാവധി. ഇപ്പം ULCC ആണ് അതിൻ്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷേ ചെറിയ അവരുടെ സാങ്കേതിക ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. വർക്ക് കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്. നമ്മൾ അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 1 വർഷം കൊണ്ട് നമുക്ക് ആ ഹോസ്റ്റൽ അവിടെ പണി കഴിപ്പിക്കാൻ സാധിക്കും. അതൊരു സ്റ്റെപ്പാണ്. കാരണം ആ കുട്ടികൾക്ക് അത്രയും കാലമായിട്ട് കിട്ടാത്ത ഒരിത് നമ്മളെ വടകരയ്ക്ക് കിട്ടുകയാണ്. അത് ആ പ്രദേശത്തൊരു മാറ്റമാണ്. ആ പ്രദേശത്തുള്ള മറ്റൊരു കാര്യമാണ് ഒരു റൂറൽ ജയിൽ. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു റൂറൽ ജയിൽ വടകരയിൽ വരികയാണ്. നമ്മളത് 2021 മുതൽ ഒരു ജയിലിന് വേണ്ടിയിട്ട് ഇവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് മുഖ്യമന്ത്രിക്ക് നമ്മൾ കത്തയച്ചിരുന്നു. മുഖ്യമന്ത്രിക്ക് സംസാരിച്ചിരുന്നു ആ വിഷയം. അത് ബഡ്ജറ്റിൽ നമ്മൾ പ്രത്യേക പ്രപ്പോസലായിട്ട് അത് വെച്ചു. കാരണം ഇവിടെയുടെ വടകരയുടെ ജയിൽ സബ് ജയിൽ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. അവിടുത്തെ അന്തേവാസികൾ എന്ന് പറയുന്നത് ഞെരുങ്ങി താമസിക്കാൻ, നമുക്കവിടെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് വടകരയിൽ. അതുകൊണ്ട് അത് മാറ്റണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് ആവശ്യപ്പെട്ടത്. അങ്ങനെ നമുക്കത് റൂറൽ ജയിൽ നമുക്കിവിടെ അനുവദിച്ച് കിട്ടി. അവിടെ 2,82,00,000 രൂപയുടെ ചുറ്റുമതിൽ, ആദ്യം മതിലാണ് ഒരു ജയിലിന് ഫസ്റ്റ് വേണ്ടത്. ആ മതിലിൻ്റെ നിർമ്മാണം ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. 6 മാസം കൊണ്ട് ആ മതിലിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കും. തൊട്ടടുത്ത് തന്നെ അതിനുശേഷം ജയിലിൻ്റെ നിർമ്മാണം ആരംഭിക്കും എന്നാണ് നമുക്ക്
നമുക്ക് സർക്കാർ അറിയിച്ചത്. അതും ആ മേഖലയ്ക്കുള്ള വലിയ നേട്ടമാണ്. ആ പുതുപ്പണത്ത് നമുക്കറിയാം ഇറിഗേഷൻ്റെ ഭൂമി ധാരാളമുണ്ട്. അവിടെ SP ഓഫീസ് ഉണ്ട്. അവിടെ ഒരു മിനി സിവിൽ സ്റ്റേഷനായി വരാനുള്ള എല്ലാ സാധ്യതകളും അവിടെ വരികയാണ്. ഇത്തരത്തിലുള്ള ബിൽഡിങ്ങുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റം ആ പ്രദേശത്തുണ്ടാകും. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തേക്ക് വന്നാൽ വടകരയിൽ തന്നെ നമുക്കറിയാം താലൂക്ക് ഓഫീസ് കത്തിപ്പോയത് നിങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെട്ടതാണ്. താലൂക്ക് ഓഫീസ് കത്തിപ്പോയതിന് ശേഷം എല്ലാ ഓഫീസുകളും പ്രൈവറ്റ് വാടക കെട്ടിടത്തിലാണുള്ളത്. അത് മാറ്റുക എന്നുള്ളത് നമ്മുടെ ചിരകാല ആവശ്യമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമം, നമുക്കിവിടെ ഒരു റവന്യൂ ടവർ സ്ഥാപിക്കണമെന്നുള്ള ആവശ്യത്തിൻ്റെ ഭാഗമായി സർക്കാരിനെ സമീപിച്ചു. അത് നിരന്തരമായിട്ട് ഒരു 4 വർഷത്തെ ഒരു പരിശ്രമമാണ്. അത് കിട്ടിയെടുക്കുക എന്നാൽ കിഫ്ബിയുടെ ഫണ്ടാണ്, നമുക്ക് അനുവദിക്കാമെന്ന് പറഞ്ഞു. കിഫ്ബി ഈ പ്രാവശ്യം ഞങ്ങളോട് ഈ ഒരു ടേമിൽ കിഫ്ബി എല്ലാ സ്ഥലത്തും കിഫ്ബിയുടെ ഫണ്ട് വന്നത് 2016 മുതൽക്കാണ് കിഫ്ബി നമുക്ക് നാട്ടിൽ ഇവിടെ കിഫ്ബിയുടെ ഫണ്ട് കിട്ടിത്തുടങ്ങിയിരുന്നത്. 2016 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് കിഫ്ബി പല ഭാഗത്തും അനുവദിച്ചു. അങ്ങനെയൊരു പ്രോജക്റ്റ് സംസ്ഥാന സർക്കാർ പുതിയൊരു ഫണ്ടിങ് ഏജൻസി ഉണ്ടാക്കിയതാണ് കിഫ്ബി എന്ന് പറയുന്നത്. ആ ത്രൂ ആണ് എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളത് അവരെ സമീപിച്ചു, റവന്യൂ ടവറിന് വേണ്ടിയിട്ട് സർക്കാരിനോട് സമീപിച്ചു. അപ്പോൾ അവരെവിടെയും റവന്യൂ ടവർ അനുവദിക്കില്ല ഈ പ്രാവശ്യം. കാരണം കിഫ്ബി അതിനുശേഷം 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടങ്ങളിൽ കൊടുത്ത ഫണ്ട് മുഴുവൻ ഫണ്ട് വിനിയോഗിച്ചു. പിന്നീട് ഇനി അവർക്ക് ഇൻകമാണ് കിട്ടേണ്ടത്, ഇൻകം ജനറേറ്റഡ് ഇതിന് മാത്രമേ ഫണ്ട് അനുവദിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ റവന്യൂ ടവറിൽ തന്നെ നമുക്ക് അത് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള പരിശോധന അവർ നടത്തി. അങ്ങനെ അതും ഇപ്പോൾ തൽക്കാലം കിട്ടില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങൾ കൂടി പറഞ്ഞ് അന്നത്തെ നമ്മുടെ റവന്യൂ മിനിസ്റ്റർ കെ രാജൻ അവരുടെയും കൂടി ഇടപെടലുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് നിരന്തരമായി നമ്മൾ ആവശ്യപ്പെട്ടു. അദ്ദേഹം കൂടി ആവശ്യപ്പെട്ടത് സംസ്ഥാനത്ത് രണ്ട് റവന്യൂ ടവർ മാത്രമേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. ഒന്ന് പട്ടാമ്പിയും ഒന്ന് വടകരയുമാണ്. പട്ടാമ്പി ഇപ്പോഴും ഏസ് കിട്ടിയിട്ടില്ല. നമുക്ക് അങ്ങനെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് നമുക്കിവിടെ റവന്യൂ ടവർ ഒരുപാട് കാലമായിട്ടുള്ളത് ഏറ്റവും അവസാനം ഭരണാനുമതി കിട്ടി. അതിൻ്റെ സാങ്കേതിക അനുമതിക്ക് ഒരുപാട് കടമ്പകൾ ഉണ്ടായിരുന്നു. ചെറിയ പണിയായിരുന്നില്ല. ഹൗസിംഗ് ബോർഡാണ് അത് എടുത്തത്. നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 2 വർഷമായി. എന്നിട്ടും നമുക്കതിൻ്റെ ഏസ് കിട്ടിയിരുന്നില്ല, അതിൻ്റെ TS കിട്ടിയിരുന്നില്ല. അങ്ങനെ നിരന്തരമായ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഒരുപാട് ഇടപെടൽ ഇതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റവും അവസാനം കഴിഞ്ഞ മാസമാണ് അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി അത് ടെൻഡറിലേക്ക് കടന്നത്. ടെൻഡർ അത് ULCC 2 കമ്പനി ഉണ്ടായിരുന്നു. ചെന്നൈയിലുള്ളൊരു കമ്പനിയും ഉണ്ടായിരുന്നു, ULCCയും ഉണ്ടായിരുന്നു. അപ്പോൾ ULCC അത് നമ്മൾ സംസാരിച്ചപ്പോൾ അവർക്ക് ഈ ഒരു അഭിമാന പദ്ധതി ആയതുകൊണ്ട് ULCC തന്നെ അത് എടുക്കുമെന്ന് പറഞ്ഞു. ULCC അത് ഏറ്റെടുത്തു. 25,78,00,000 രൂപയാണ്. നേരത്തെ 27 കോടിയാണ് അനുവദിച്ചത്. അത് പക്ഷേ കുറേ അതിൻ്റെ GST ഇതെല്ലാം കഴിഞ്ഞ് 25 കോടിക്കാണ് ഇപ്പം അത് പ്രവൃത്തി ടെൻഡർ എടുത്തിരിക്കുന്നത്. 18 മാസമാണ് അതിൻ്റെ നിർമ്മാണ കാലാവധി. 18 മാസം കൊണ്ട് വടകരയിൽ നമുക്ക് ഒരു റവന്യൂ ടവർ വരും. അവിടേക്ക് ഏകദേശം ബിൽഡിങ്ങുകൾ നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ അവിടെ മാറ്റിയെടുത്താൻ കഴിഞ്ഞാൽ അത് വടകരയ്ക്ക് ഒരു അഭിമാനമായ ഒരു പദ്ധതിയായി വരും. ഞാനിതാ പറഞ്ഞത്, വികസനം നമ്മൾ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. നമ്മളൊരു ഫണ്ട് വെച്ചാൽ അത് പൂർത്തിയായി വരണമെങ്കിൽ 5 വർഷമൊക്കെ കഴിയും. നമ്മൾ വെച്ച ഉടനെ നിൽക്കില്ല. അപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞാൽ ഈ വടകരയുടെ മുഖച്ഛായ മാറുന്ന ഒരു സ്ഥലത്തിലേക്ക് നമ്മുടെ ഈ പദ്ധതികളൊക്കെ വരാൻ പോവുകയാണ്. ഇപ്പം നിങ്ങൾ എന്ത് കാണിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പം അതില്ല. ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റം ഉണ്ടാകും. ഇനി താലൂക്ക് ഓഫീസ് കത്തിയ സ്ഥലത്ത് പൈതൃകമായ ഒരു താലൂക്ക് ഓഫീസ് അവിടെ എടുക്കണം. ഈ താലൂക്ക് ഓഫീസിനെ മാതൃകയിൽ എന്ന് പറഞ്ഞ് നമ്മൾ ഗവൺമെൻറ്റിന് പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. ബഡ്ജറ്റിൽ നമ്മളത് പഴിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രപ്പോസലുകളൊന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ നമ്മൾ അതിന് വേണ്ടിയുള്ള ശ്രമം ഇനിയും നടത്തും. അവിടെ ഒരു പൈതൃകമായിട്ട് ഇപ്പം നമുക്ക് RD ഓഫീസ്, നേരത്തെ RD ഓഫീസ് ഇവിടെ ഇപ്പം വാടക കെട്ടിടത്തിലാണ്. നമ്മളെ റെസ്റ്റ് ഹൗസിൻ്റെ അവിടെയാണ് RD ഓഫീസ്. അതും നമുക്കറിയാം, ഒരു RD ഓഫീസ് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലപരിമിതിയും ഇല്ലാതെയാണ്. അതാണ് നമ്മുടെ ഒരു വടകരയുടെ ഒരു പ്രശ്നം. ഈ പ്രധാനപ്പെട്ട ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്നത് ആളുകൾക്ക് പോയിട്ടൊന്ന് ഇടപെട്ട് അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് വടകരയ്ക്കുള്ളത്. എല്ലാ ഓഫീസുകളുടെയും ഒരു അവസ്ഥയാണ്. RD ഓഫീസിന് വേണ്ടിയിട്ട് എത്ര കാലമായി അവിടെ കിടക്കുന്നു. നമ്മൾ RD ഓഫീസിന് പുതുപ്പണത്തൊരു സ്ഥലം അനുവദിച്ചു. അവിടെ പുതുപ്പണത്ത് നിർമ്മിക്കാമെന്ന് പറഞ്ഞു. 4 കോടി രൂപ റീബിൽഡ് കേരളയിൽ 2018 പാസ്സായിരുന്നു. അന്ന് 2016 മന്ത്രിസഭ 21 മന്ത്രിസഭയുടെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ഉൾപ്പെടെ 4 മന്ത്രിമാർ ചേർന്ന് തറക്കല്ലിട്ടിരുന്നു അവിടെ RD ഓഫീസിന് വേണ്ടിയിട്ട്. പക്ഷേ അന്ന് തറക്കല്ലിട്ട സമയത്തും ഭൂമി കൈമാറി കിട്ടിയിരുന്നില്ല. നമ്മൾ ആ ഫയലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തറക്കല്ലിട്ടിട്ടുണ്ട്, പക്ഷേ ഭൂമി ഇറിഗേഷൻ്റെ കൈവശമാണുള്ളത്.
പറയുന്നത് ആ ഭൂമി റവന്യൂവിന് കൈമാറിയെങ്കിൽ മാത്രമേ ആ ഭൂമിയിൽ RD ഓഫീസ് നിർമ്മിക്കാൻ സാധിക്കുള്ളൂ. അതൊക്കെ നമ്മൾ വന്ന് അത് ഫയൽ പരിശോധിക്കുമ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. അപ്പം അതിന് ഇറിഗേഷൻ ഭൂമി വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് നിരവധി തവണ നമ്മൾ ഇറിഗേഷൻ മിനിസ്റ്റർ റോഷി അഗസ്റ്റിൻ മിനിസ്റ്ററെ പല തവണ ബന്ധപ്പെട്ടിരുന്നു. അതൊന്നും നടന്നില്ല. അവസാനം മുഖ്യമന്ത്രിക്ക് ഞാൻ നേരിട്ട് കണ്ട്, മുഖ്യമന്ത്രിയെ കണ്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പരാതി. മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി നേരിട്ട് കണ്ട് ഈ പ്രശ്നം അങ്ങുകൂടി ഉദ്ഘാടനം നിർവഹിച്ച പ്രവൃത്തി തറക്കല്ലിട്ട പദ്ധതിയാണ്. അവിടെ നമുക്ക് ഭൂമി കിട്ടിയിട്ടില്ല, ഫണ്ടുണ്ട്, ഫണ്ട് കൊടുക്കണമെങ്കിൽ ഭൂമി കൈമാറി കിട്ടാൻ ഇടപെടണമെന്ന് നേരിട്ട് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ നമുക്ക് ആ ഭൂമി കൈമാറി കിട്ടിയില്ല. നിരവധി തവണ അതിന് ഇവിടെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ RDO ഉൾപ്പെടെ പിന്നെ ADM ഉൾപ്പെടെ പലരും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിരുന്നു. പക്ഷേ ഭൂമി കൈമാറി കിട്ടിയില്ല. അവസാനം റീബിൽഡ് കേരളയുടെ ഫണ്ട് അത് സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതുകൊണ്ട് ആ ഫണ്ടും ലാപ്സായിപ്പോയി. അങ്ങനെ 4 കോടി രൂപ നമുക്ക് ലാപ്സാവുകയും ചെയ്തു. ഭൂമി കൈമാറി കിട്ടിയില്ല. ആ തറക്കല്ലിട്ടത് തറക്കല്ല് ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് RD ഓഫീസ് നിർമ്മിക്കാൻ സാധിച്ചില്ല. അതിന് നിരന്തരമായി അതിൻ്റെ പിറകിൽ നടന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത ഒരു തവണയും കൂടി ഈ വടകരയിൽ ജനപ്രതിനിധിയായാൽ തീർച്ചയായിട്ടും ഈ RD ഓഫീസ് ഇപ്പോൾ താലൂക്ക് ഓഫീസ് കത്തിപ്പോയ ആ സ്ഥലത്ത് അതിന് പ്രപ്പോസൽ നമ്മൾ സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. എൻ്റെ നിവേദനം സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി, കാരണം അത് റവന്യൂയുടെ ഭൂമിയാണ്, അവിടെ അനുമതി തരണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് നേരത്തെ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയൊരു തറക്കല്ലിട്ടിട്ടുണ്ട്, ഫണ്ടുമുണ്ട്, അപ്പോൾ അവിടെ തന്നെ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ. അതുകൊണ്ടാണ് ഇതിൻ്റെ പിറകിൽ പോകാതിരുന്നത്. ഇത് ലാപ്സായി പോയി എന്ന് കണ്ടപ്പോഴാണ് പുതിയ പ്രപ്പോസൽ നമ്മൾ കൊടുത്തത്. ഇതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ നമുക്ക് RD ഓഫീസും കൂടി അവിടേക്കൊക്കെ വന്നാൽ ഇതെല്ലാം ഈ റവന്യൂ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഒരേ കുടക്കീഴിൽ വരുന്ന ഒരവസ്ഥയിലേക്ക് വടകരയെ കൊണ്ടുവരാൻ കഴിയും. അതുകൂടി വടകര വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റം വടകര അത്തരം ബിൽഡിങ്ങുകളൊക്കെ വന്നു കഴിഞ്ഞാൽ വടകരയ്ക്ക് ഒരു മുഖച്ഛായ മാറുന്ന ഇടത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അതുപോലെ തന്നെ ട്രഷറിക്ക് അവിടെ ഒരു സ്ഥലം ട്രഷറി നിർമ്മിക്കാൻ ട്രഷറിയുടെ കയ്യിൽ ഫണ്ടുണ്ട്, അവർക്ക് ഭൂമി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ RDOയെയും അതുപോലെ തന്നെ തഹസിൽദാരും ഒക്കെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു. ഇതിൻ്റെ ഒരു പരിശോധന നടത്തി. അപ്പം അവർ നേരത്തെ അവിടെ ഒരു 10 സെൻറ്റ് സ്ഥലം, ഇതിൻ്റെ നേരത്തെ ഇലക്ഷൻ ഓഫീസൊക്കെ ഉള്ള ആ സ്ഥലത്ത് 10 സെൻറ്റ് സ്ഥലം ട്രഷറിക്ക് വേണ്ടി കൈമാറി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൈമാറി തന്നാൽ ട്രഷറി ഓഫീസും അവിടെ എടുത്താൽ നമുക്ക് കുറച്ചുകൂടി സൗകര്യങ്ങളാകും. ഇതൊക്കെ അവിടെ കൊണ്ടുവരാൻ സാധിക്കും. അതിനുള്ള പരിശ്രമവും ഇതുവരെ നടത്തിയിട്ടുണ്ട്. ഞാൻ ഒഴിയുന്നത് വരെ, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ അതിൻ്റെ പിറകിലായിരുന്നു. അതുണ്ട്. ഇതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വടകര മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ബിൽഡിങ്ങുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് കടൽഭിത്തി 18 കോടിയുടെ തീരദേശത്താണ് ഏറ്റവും പ്രശ്നമുള്ളത്. 18 കോടി രൂപ കടൽഭിത്തിക്ക് വേണ്ടി നമ്മൾ കിട്ടിയിട്ടുണ്ട്. ആ കടൽഭിത്തിക്ക് കിട്ടിയ ഫണ്ട് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഈ സർക്കാർ, കാരണം കടൽഭിത്തിക്കൊന്നും ഫണ്ട് കിട്ടില്ലായിരുന്നു. നമ്മൾ പല പ്രാവശ്യം പ്രപ്പോസലുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, മന്ത്രിയോട് സംസാരിച്ചിരുന്നു, പക്ഷേ നമുക്ക് കിട്ടിയില്ല. കാരണം ഫണ്ടിൻ്റെ അപര്യാപ്തതയാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഫണ്ട് നമുക്ക് കിട്ടിയിരുന്നില്ല. ഈ ഫണ്ട് 18 കോടി എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷങ്ങളിൽ എന്ന് പറഞ്ഞാൽ 2008, 2009, 2011 ബഡ്ജറ്റിൽ 20% വെച്ച വിഹിതം ഉണ്ടായിരുന്നു. അതുമ്പോൾ നമുക്ക് പഴയ ബഡ്ജറ്റ് പരിശോധിച്ച സമയത്താണ് ഈ 20% വെച്ച് സഭയ്ക്ക് ഉറപ്പ് തന്നതാണ്. 20% വെച്ച് കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റ് വിഹിതം സ്വാഭാവികമായിട്ട് MLA മാർക്ക് കൊടുക്കണമെന്നുള്ളതാണ് ഒരു. മറ്റ് 100 രൂപ ടോക്കൺ വെച്ചാൽ നമുക്ക് കിട്ടണമെന്ന് ഉറപ്പില്ല. ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് തരും. പക്ഷേ 20% വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമുക്ക് ലഭിക്കും. കാരണം അതിൻ്റെ പിറകിൽ പോയി നമ്മൾ നടത്തി AS ആയി കഴിഞ്ഞാൽ നമുക്ക് ഭരണാനുമതി തരണമെന്നതാണ്. കാരണം ഇത് സഭയ്ക്ക് തരുന്ന ഉറപ്പാണ്. ധനകാര്യ വകുപ്പ് മന്ത്രി സഭയ്ക്ക് തരുന്ന ഉറപ്പാണ്. അങ്ങനെ ഉറപ്പ് തന്ന പദ്ധതികൾ പിന്നെ ലാപ്സായിപ്പോയി, അവിടെ പ്രവൃത്തി പൂർത്തിയാക്കാതെ പഴയ കാലങ്ങളിലായിരുന്നു കണ്ടെത്തി അത് വീണ്ടും ജീവൻ വെപ്പിച്ച് അത് സർക്കാരിൻ്റെ മുന്നിൽ പുതിയ പ്രപ്പോസലായി കൊടുത്തു. അങ്ങനെ നമുക്ക് കിട്ടിയതാണ് ഈ ഇത്രയും തുക. അതിൽ 4 കോടി രൂപ പക്ഷെങ്കിൽ പിന്നെ സർക്കാരിൻ്റെ ഈ 14 കോടി രൂപ നമ്മൾ അങ്ങനെ കണ്ടെത്തി. 4 കോടി രൂപ മുഖച്ചേരി തണലിൻ്റെ ഭാഗത്ത് നമ്മൾ കൊടുത്തത്. ഈ പിന്നെ നവകേരള യാത്രയുടെ ഭാഗമായിട്ട് 7 കോടി ഓരോ മണ്ഡലങ്ങളിലും അനുവദിച്ചിരുന്നു. അതിൽ ഞാൻ 2 പ്രപ്പോസലാണ് കൊടുത്തത്. ഒന്ന് ഒരു ആമത്തോടിനും, രണ്ടാമത്തത് ഈ കടൽഭിത്തിക്കുമാണ്. ഇത് ആണ് നമുക്ക് ഈ കടൽഭിത്തിയുമായി ബന്ധപ്പെട്ടുള്ളത്. അഴിത്തലയിലൊരു ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ അവിടെയുണ്ട്. പക്ഷേ അവിടെ പിന്നെ ബോട്ടൊന്നും അടുപ്പിക്കാൻ സാധിക്കുന്നില്ല. അതവിടെ നിർമ്മിച്ചു എന്നല്ലേ മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അവിടെ ഒരു ബോട്ട് ജെട്ടി ഉൾപ്പെടെ ആ ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ നവീകരിക്കണം എന്നുള്ള അവിടുത്തുകാരുടെ മത്സ്യത്തൊഴിലാളികളുടെ നിരന്തരമായ
അടിയന്തരമായ ആവശ്യമായിരുന്നു. നമ്മൾ അതിനുവേണ്ടി അതിൽ DPR തയ്യാറാക്കി കൊടുത്തു. 1,20,00,000 രൂപയുടെ പ്രവൃത്തി അത് അവിടെ അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് വടകരയ്ക്ക് തന്നെ അനുവദിക്കാൻ കഴിഞ്ഞു. നിരവധി തോടുകൾ, ഞാൻ ദീർഘമായി ഒരുപാട് സമയമുണ്ടാകും. അക്ലോത്തുനട തോട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, NC തോടിൻ്റെ ഭാഗമായിട്ടുള്ള, അതിപ്പം അവിടെ പൂർത്തിയാക്കി വളരെ മനോഹരമായിട്ട് അത് നിൽക്കുകയാണ്. OVC തോടിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കി. ഈ വടകര മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ നിരവധി തോടുകൾ നമുക്ക് മറ്റ് പഞ്ചായത്തുകൾ, ചോറോട് പഞ്ചായത്ത്, ഒഞ്ചിയം പഞ്ചായത്ത്, അഴിയൂർ പഞ്ചായത്തിലൊക്കെ നിരവധിയായ തോടുകൾ, ഈ തോടുകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് എല്ലാം എൻക്രോച്ച്മെൻറ്റ് നടത്തി ഫുൾ മലിനജലം മാത്രം ഒഴുകിക്കൊണ്ട് പരിസരവാസികൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായി നിൽക്കുന്ന തോടുകളാണ്. അപ്പോൾ തോടുകൾ നവീകരിച്ചാൽ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ നീരുറവകൾ സംരക്ഷിക്കപ്പെടാൻ സാധിക്കും. നമ്മുടെ ജലസ്രോതസ്സുകളാണ് ഈ തോടുകൾ. ഈ തോടുകൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വികസനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വെച്ചാൽ നമുക്ക് കൃഷിക്ക് വേണ്ടിയിട്ട്, നമുക്ക് വരൾച്ച തടയാൻ, ഇതൊക്കെ പ്രദേശവാസികളുടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾക്ക് ഇത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് തോടുകൾക്ക് ഞങ്ങൾ പ്രാധാന്യം കൊടുത്തത്. ആരും എനിക്ക് തോന്നുന്നില്ല മുന്നേയുള്ള MLA-മാരൊന്നും ഈ തോടുകൾ ഇതുപോലെ എവിടെയെങ്കിലും കണ്ടെത്തി സംരക്ഷിച്ചോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അതുകൊണ്ട് പ്രധാനമായിട്ടും ഈ കാര്യങ്ങളാണ് ഊന്നൽ കൊടുത്തത്. അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് വികസനത്തിന്, അതാണ് വികസനം എന്ന് പറയുന്നത്. അങ്ങനെ 14.5 കോടി രൂപ വിവിധ തോടുകൾ നവീകരിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തു. നിങ്ങൾ പോയി നോക്കിയാൽ അറിയാം. ഇപ്പോൾ കാപ്പുഴക്കൽ തോട് പ്രവൃത്തി നടക്കുന്നു. കല്ലറക്കൽ തോട് ചോറോട് പ്രവൃത്തി പൂർത്തിയാക്കി. ആ തോടൊക്കെ വളരെ വീതി കൂട്ടി കെട്ടി മനോഹരമായിട്ട് ഈ കടലിന് വെള്ളം കയറുമ്പോൾ അത് ഒഴുകിപ്പോകാൻ, മലിനജലം ഒഴുകിപ്പോകാൻ വളരെ നന്നായിട്ടിരിക്കുകയാണ്. ആ പ്രദേശവാസികൾ കഴിഞ്ഞ വർഷമൊന്നും മഴക്കാലത്ത് ബുദ്ധിമുട്ടില്ലാതെ ആ പ്രദേശത്ത് ജീവിക്കാൻ സാധിച്ചു. വളരെ മനോഹരമായ തോടുകളൊക്കെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലത് പൂർത്തിയായതുകൊണ്ട് ഇത് നമ്മൾ വികസനത്തിന് വേണ്ടി വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, വടകരയിലുള്ള നമുക്കറിയാം ശ്മശാനം. വളരെ കാലമായി ശ്മശാനം എടുത്ത്, എനിക്ക് തോന്നുന്നു 1-2 ബോഡികൾ മാത്രമേ അവിടെ സംസ്കരിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നീട് ആ ശ്മശാനം പൂട്ടിക്കിടക്കുകയാണ്. കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ ഒരു ഭൂമിയും വീടും ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ മരിച്ച് എവിടേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആശങ്കയിൽ വലിയ പ്രയാസം അനുഭവിച്ച ഒരു സാഹചര്യം നമുക്കുണ്ടായി. അങ്ങനെ നിരവധി തവണ ഈ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ പലപ്പോഴും ഒന്നുകിൽ മാഹി അല്ലെങ്കിൽ തലശ്ശേരി ഒക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. നമുക്കിവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായിട്ട് നമുക്കത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നില്ല. മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ്. അതിനുള്ളൊരു പ്രധാന തടസ്സം എന്ന് പറയുന്നത് അവിടേക്ക് റോഡില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് മനസ്സിലാക്കി ഈ പ്രാവശ്യം നമ്മൾ 80 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റി ശ്മശാനം റോഡ് നവീകരണത്തിന് വേണ്ടി വെച്ചു. അത് വളരെ സന്തോഷമുള്ളത്, ഈ ബഡ്ജറ്റിലാണ് നമ്മളത് ഉൾപ്പെടുത്തിയത്. പക്ഷേ ഒരു 2 മാസം കൊണ്ട് ഞങ്ങൾ ഓരോ ദിവസവും അതിനു വേണ്ടി നടന്ന് ഓരോ സെക്ഷനിൽ നിന്നും നമ്മൾ പോയി ഇടപെട്ട് ഫയൽ നീക്കി അത് നമുക്ക് 2 മാസം കൊണ്ട് ഭരണാനുമതി നേടിയെടുക്കാൻ സാധിച്ചു. അത് ഏകദേശം ഒരു 5-6 മാസം കൊണ്ട് ആ റോഡ് നമുക്ക് നിർമ്മിച്ച് പൂർത്തിയാക്കാൻ സാധിക്കും. വളരെ മനോഹരമായിട്ട് അത് നമുക്ക് വടകരയ്ക്കൊരു വലിയ മാറ്റമാണ് അത് ഉപയോഗപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഉള്ള നിരവധി പ്രവർത്തനങ്ങൾ, അതുപോലെ സ്കൂളുകൾക്ക് നമ്മൾ നിരവധി ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഓർക്കാട്ടേരി KKNGVHS, മടപ്പള്ളി ഹൈസ്കൂൾ, മടപ്പള്ളി ഗേൾസ് സ്കൂൾ, മടപ്പള്ളി ഫിഷറീസ് സ്കൂൾ എന്നൊക്കെ പറയുന്ന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. ആ സ്കൂള് വളരെ ശോചനീയമായൊരവസ്ഥയായിരുന്നു. അത് നമുക്ക് 3,20,00,000 രൂപ ചെലവഴിച്ച് ഏറ്റവും ആധുനികമായ ഹൈടെക് ആയിട്ടുള്ള ഒരു വിദ്യാലയമായിട്ട് അത് മാറ്റാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. ULCC സത്യത്തിൽ പ്രവൃത്തി ഏകദേശം പൂർത്തിയാകേണ്ട സമയം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു അത് പ്രവൃത്തി തുടങ്ങിയിട്ട്. ULCCയുടെ ചില സാമ്പത്തിക പ്രതിസന്ധി കാരണമാണെന്നുള്ളതും വലിയ മെല്ലപ്പോക്ക് കാരണമാണ് അത് പൂർത്തിയാക്കാത്തത്. ഏതായാലും തൊട്ടടുത്ത് തന്നെ അതും നമുക്ക് വലിയൊരു മാറ്റമാണ് പൂർത്തിയാക്കാൻ സാധിക്കും. ഗേൾസ് സ്കൂൾ നിങ്ങൾ പോയി നോക്കിയാൽ മനോഹരമായ ചുറ്റുമതിലും ഗേറ്റും ഏറ്റവും ആധുനികമായ ഒരു ഓഡിറ്റോറിയം ഉൾപ്പെടെ ആ കുട്ടികൾക്ക് നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. 1.5 കോടി രൂപ നമുക്ക് പ്ലാൻ ഫണ്ടിൽ നിന്ന് വാങ്ങിയെടുത്തിട്ടാണ് അത് പൂർത്തിയാക്കിയത്. അങ്ങനെ പ്ലാൻ ഫണ്ടിൽ നിന്ന് നിരവധി സ്കൂളുകൾക്കിടെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് വാങ്ങി പൂർത്തിയാക്കിയിട്ട് അത് നടക്കുന്നുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ മേഖലയിൽ നമുക്കൊരു വ്യവസായ യൂണിറ്റ് ഉണ്ടാകണം എന്നുള്ളത് കഴിഞ്ഞ സമയത്ത് നമ്മൾ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ്. ഒരു തൊഴിൽ സംരംഭം ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളത്. അതിനുവേണ്ടി 2-3 പ്രോജക്റ്റുകൾ നമ്മൾ സർക്കാരിന് സമർപ്പിച്ചിരുന്നു. അതൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. അവസാനം നമ്മളെ ഒഞ്ചിയം പഞ്ചായത്തിൽ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യവസായ പാർക്ക് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. നിരവധി സംരംഭകർ അവിടേക്ക് വരുന്നുണ്ട്. ഞങ്ങൾ ഊന്നൽ നൽകുന്നത്, ഞാൻ പറഞ്ഞത് പഞ്ചായത്തിൻ്റെ കൈവശമാണ്. പഞ്ചായത്തുകാരോട് സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്ന ഏതെങ്കിലും ഒരു തൊഴിൽ സംരംഭം അവിടെ കൊടുക്കണമെന്നാണ്. അതും നമുക്ക് ഈ വടകരയിൽ കൊണ്ടുവരാൻ സാധിച്ചു. കളിക്കളം ഓരോ
പഞ്ചായത്തിലും ഓരോ കളിക്കളം സ്ഥാപിക്കണം എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ആഗ്രഹമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ നമ്മൾ സർക്കാരിന് സമർപ്പിച്ചിരുന്നു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ നമ്മൾ 2-3 സ്കൂളുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്നും കിട്ടിയില്ല. അവസാനം ഒരു ആദിയൂരിലെ ചെമ്പ്ര ഹൈസ്കൂളിലൊരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിന് മിനിമം 1 ഏക്കർ സ്ഥലമെങ്കിലും വേണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗ്യാരണ്ടി. 1 ഏക്കർ സ്ഥലമുള്ളത് നമുക്ക് അത് മാത്രമായിരുന്നു അവിടെ. അതിനുവേണ്ടി 1 കോടി രൂപ ചെലവഴിച്ച് അതിൻ്റെ പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞു. ഒരു 2-3 മാസം കൊണ്ട് അവിടെ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയമാണ് വരാൻ പോകുന്നത്. ഏറ്റവും ആധുനികമായ രീതിയിലുള്ള ഒരു സ്റ്റേഡിയം അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 50 ലക്ഷം MLA ഫണ്ടാണ്, 50 ലക്ഷം സർക്കാരിൻ്റെ ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ്. ഇത് നമുക്ക് വടകരയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ തന്നെ ആദിയൂരിൽ തന്നെ കുന്നുമ്മക്കരയിൽ മണപ്പുറത്ത് ഒരു ചെറിയ സ്റ്റേഡിയം ഉണ്ടായിരുന്നു. അവിടെ ഹൈ ജമ്പ് പിറ്റും ലോങ് ജമ്പ് പിറ്റും ഉൾപ്പെടെ വെച്ചുകൊണ്ട് 35 ലക്ഷത്തിൻ്റെ ഒരു കളിക്കളത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു സ്ഥലങ്ങളിൽ നമുക്കിവിടെ നാരായണനഗർ സ്റ്റേഡിയമാണുള്ളത്. സ്റ്റേഡിയം ഒരുപാട് കാലമായി ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടായിട്ട് അത് പൂർണ്ണമായിട്ടും അത് നാണുവേട്ടൻ്റെ കാലത്ത് വലിയ ശ്രമമായി അദ്ദേഹം കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. അത് പക്ഷേ പൂർത്തിയായിട്ടില്ലായിരുന്നു. ഇനിയും കുറച്ച് ഫണ്ട് കൂടി വേണം. അത് കിഫ്ബിയെ സമീപിച്ചുകൊണ്ട് ഏകദേശം ഒരു 6 കോടിക്കാണ് പറഞ്ഞത്. പക്ഷേ 3 കോടിയും അനുവദിച്ചു തന്നു. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും അധികം വൈകാതെ തന്നെ നമുക്കത് ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിക്കും. അതും കൂടി ആളുകൾക്ക് ഇപ്പോഴും ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്, അതും പൂർത്തിയാക്കി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പോഴും നമ്മുടെ ലക്ഷ്യം ഓരോ എല്ലാ പഞ്ചായത്തിലും ഇതുപോലെ കളിക്കളങ്ങൾ ഉണ്ടാകണം. അത് കുട്ടികളുടെ സ്പോർട്സ് എല്ലാ തരത്തിലും നമ്മുടെ ജനസി കുട്ടികളെയൊക്കെ അവരെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ ഉള്ള ഒരു പദ്ധതിയാണിത്. അത് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊക്കെ ഈ മേഖലയിൽ നമ്മൾ നടത്തിയതാണ്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നടത്തിയ മറ്റൊരു സുപ്രധാനമായ ഒരു കാര്യമാണ് നമ്മുടെ പൂഴിത്തലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ വലയും മറ്റു ഉപകരണങ്ങളും അവർക്ക് നശിച്ചു പോവുകയാണ് മഴ പെയ്യുമ്പോൾ, വേനൽക്കാലത്തൊക്കെ. അവർക്ക് അതിന് സൂക്ഷിക്കാൻ ഒരു ഷെഡ് വേണം എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമായിരുന്നു. അങ്ങനെ പൂഴിത്തലയിൽ ഒരു മത്സ്യ ഷെഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സാധനം വരുന്നത്. നമ്മളത് പ്രോജക്റ്റ് വെച്ചപ്പോൾ എങ്ങനെ ചെയ്യും, എന്താണ് എന്നതിനെ സംബന്ധിച്ചും ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഐഡിയ ഇല്ലായിരുന്നു. അതിനും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. അതിനെ ആര് ഫണ്ട് വെക്കും എന്നുള്ളത് പോലും പ്രശ്നമുണ്ടായിരുന്നു. 1.5 കോടി രൂപയിൽ ആ പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞോടെ 8 ക്ലോക്ക് റൂമുകളും അതുപോലെ തന്നെ വലിയ ഹോളും ബാത്റൂം സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും മനോഹരമായ ഒരു മത്സ്യ ഷെഡ് പൂഴിത്തലയിൽ വരാൻ വേണ്ടി പോവുകയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളതാണ്. വടകര ചോമ്പാൽ ഹാർബർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചോമ്പാൽ ഹാർബർ വികസിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്. ചോമ്പാൽ ഹാർബർ നിർമ്മിച്ച അതേ അവസ്ഥയിൽ ഇന്നും നിൽക്കുകയാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ ഡ്രഡ്ജിങ് നടക്കാത്തതാണ്. ഈ വിഷയം നമ്മൾ നിയമസഭയിൽ നിരവധി തവണ ഉന്നയിച്ചതാണ്. സബ്മിഷനായിട്ട് ഉന്നയിച്ചിട്ടും മന്ത്രി തന്ന മറുപടി അവിടെ എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട്, അവിടെ ഫണ്ട് അനുവദിച്ചു എന്നതാണ്. ആ സബ്മിഷനിൽ നിങ്ങൾ കേട്ടാൽ അറിയാം. ഞാൻ ഉന്നയിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ അവർ മറുപടി പറയുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്തുനിന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ഒന്നും നടന്നിട്ടില്ല, ഫണ്ട് അനുവദിച്ചില്ല എന്ന് അപ്പം തന്നെ വിളിച്ചു പറയുന്നുണ്ട്. കാരണം മന്ത്രി ഫണ്ട് അനുവദിച്ചു, എല്ലാം നടന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ നടന്നിട്ടില്ല. അവിടെ ഡ്രഡ്ജിങ് നടക്കണം എന്നുള്ളത് നമ്മുടെ കാലങ്ങളുള്ള ആവശ്യമായിരുന്നു. പക്ഷേ അത് നടത്താൻ സാധിച്ചിട്ടില്ല. അത് സർക്കാരിൻ്റെ മുന്നിൽ ഇപ്പോഴും അതിരിക്കുകയാണ്. അവരുടെ ലൈറ്റും CCTVയും അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. അതിനുവേണ്ടി നമ്മൾ 8 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് വെച്ചു. ഒരു വർഷം കഴിഞ്ഞു. പക്ഷേ അത് കുറേ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് നടത്താൻ സാധിച്ചില്ല. ഏതായാലും ഇപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു. അവിടെ അധികം താമസിക്കാതെ ആ ലൈറ്റും CCTVയും അവിടെ വരും. ആ ഹാർബറിലെ തൊഴിലാളികൾക്ക് വേണ്ടി അവർക്ക് രാവിലെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു KSRTC ബസ്, നമ്മൾ 2 ബസ് KSRTCയുടെ ഇവിടെ ഉൾനാടൻ ഗതാഗതത്തിന് വേണ്ടി നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ആ ബസ്സിൽ ഒരു റൂട്ട് നമ്മൾ ഈ ഹാർബറിലെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി വെച്ചതാണ്, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്. അതുപോലെ അവിടെ ഒരു ആശുപത്രി, ഒരു ഹെൽത്ത് സെൻറ്റർ വേണമെന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. അതിന് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്ന ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് K. ലീലയുടെ നേതൃത്വത്തിൽ ഒരു ഭൂമി വാങ്ങാനുള്ള ശ്രമം, അത് ഞാനും കൂടെ ചേർന്നുകൊണ്ട് അവിടെ ഭൂമി വാങ്ങാൻ വേണ്ടിയുള്ള ഭൂമി വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അധികം വൈകാതെ ഒരു ഹെൽത്ത് സെൻറ്ററും ഉണ്ടാകും. അങ്ങനെ അതിനു വേണ്ടിയുള്ള ശ്രമവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് പറയുകയല്ലാതെ സർക്കാരിൻ്റെ ഫണ്ടുകൾ ഇതിനൊന്നും കാര്യമായി കിട്ടിയില്ല എന്നുള്ളത് കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇതൊക്കെ പരമാവധി കിട്ടാവുന്നത് നമ്മുടെ സ്വാഭാവികമായിട്ട് എല്ലാ MLA മാർക്കും അനുവദിക്കുന്ന ഫണ്ടുകളാണ് നമ്മൾ ഈ രൂപത്തിൽ ചെയ്തത്. അതിന് പുറമെ പ്ലാൻ ഫണ്ടുകൾക്കൊക്കെ പല വിധത്തിൽ നമ്മൾ ശ്രമിച്ചിട്ട് ഒരുപാട് നടന്നിട്ട് മാത്രമേ നമുക്ക് ചില ഫണ്ടുകൾ കിട്ടുള്ളൂ. അങ്ങനെ
കിട്ടിയതാണ്. മണ്ഡലത്തെ സംബന്ധിച്ച് നമുക്ക് മറ്റു മണ്ഡലങ്ങളിൽ നമ്മൾ എടുത്ത് താരതമ്യം ചെയ്താൽ വടകര മണ്ഡലത്തിൽ കിട്ടിയ ഫണ്ടുകൾ വളരെ കുറവാണ്, വളരെ കുറവാണ് എന്ന് നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ്. അത് എന്തുകൊണ്ടാണ് നമ്മൾ പ്രപ്പോസൽ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, എൻ്റെ അടുത്ത് തന്നെ ആ പ്രപ്പോസലിൻ്റെ ഫുൾ ലിസ്റ്റ് ഉണ്ട്. ഏകദേശം 40ഓളം പ്രപ്പോസലുകൾ, പ്രധാനപ്പെട്ട പ്രപ്പോസലുകൾ സർക്കാരിൻ്റെ കൈവശമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വെള്ളിയാങ്കല്ല്, അത് നമ്മൾ പ്രധാനമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത ഒരു സാധനമായിരുന്നു. വെള്ളിയാങ്കല്ല് എന്ന് പറയുന്നത് നമ്മുടെ കന്യാകുമാരിയിലുള്ള വിവേകാനന്ദപ്പാറയെക്കാട്ടും മനോഹരമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ അവിടെ പോയോ എന്ന് എനിക്കറിയില്ല, പോയി നോക്കിയാൽ അവിടെ അത്ര മനോഹരമായ പാറക്കെട്ടുകൾ ഏറ്റവും മനോഹരമായി നമുക്കത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതിന് DPR തയ്യാറാക്കിയിട്ട് സത്യത്തിൽ അത് സർക്കാരിൻ്റെ കയ്യിൽ പ്രപ്പോസലായിട്ടുണ്ട്. പക്ഷേ അത് ഫണ്ട് അനുവദിച്ച് കിട്ടില്ല. നിയമസഭയിൽ പ്രത്യേകമായി സബ്മിഷനായിട്ട് ഞാൻ ഉന്നയിച്ചതാണ്. നിരവധി തവണ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ അടുത്ത് പോയി ഇത് അനുവദിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിരുന്നു. പക്ഷേ നമുക്കത് അനുവദിച്ച് കിട്ടില്ല. മിനി ഗോവ എന്ന് പറയുന്ന നമ്മുടെ തൊട്ടടുത്ത പ്രദേശം, ആ മിനി ഗോവയും ഇതൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ ടൂറിസം സർക്യൂട്ടാണ് നമ്മൾ വിഭാവനം ചെയ്തത്. സാൻഡ് ബാങ്ക്സ്, താഴെയങ്ങാടി, തച്ചോളിമാണിക്കൊത്ത്, ലോകനാർക്കാവ്, തുരുത്തിമുക്കിലെ തുരുത്തി, പിന്നെ ഗോസായിക്കുന്ന്, ഇത് ഇത്രയും മനോഹരമായ സ്ഥലം വടകരയിലുണ്ട്. നമുക്ക് ശരിക്കും ടൂറിസം ഭൂപടത്തിൽ ചേർക്കാൻ കഴിയുന്ന മനോഹരമായ പ്രദേശങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ച്, ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ള പദ്ധതികൾ, ഇതൊക്കെ പ്രപ്പോസലായിട്ട് സർക്കാരിൻ്റെ മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കതൊന്നും അനുവദിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരം ടൂറിസം മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നാണ്, ഇതൊക്കെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ നിരവധി കാര്യങ്ങൾ, നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാം. മറ്റൊരു കാര്യം, നമ്മുടെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട്, നാഷണൽ ഹൈവേയാണ് നമ്മുടെ വടകര ടൗൺ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമ്മുടെ നിരവധി കച്ചവട സ്ഥാപനങ്ങൾ ഇവിടുന്ന് ഒഴിവായി പോവുകയാണ്. നമുക്ക് ആ പഴയ വടകര, ഇപ്പം വടകര ഇല്ലാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഘട്ടം ഈ നാഷണൽ ഹൈവേയുടെ വികസനം പൂർണ്ണമായിട്ട് നടപ്പാക്കാത്തത് കൊണ്ടാണ്. പലയിടത്തും എംബാങ്ക്മെൻറ്റ് വന്നു രണ്ടായി മുറിയപ്പെട്ടിരുന്ന ഒരു സാഹചര്യം വടകരയിൽ ഉണ്ടാവുകയാണ്. അത് പരിഹരിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം. ആ നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയാക്കിയാൽ മാത്രമേ കച്ചവടക്കാർക്ക് ഇവിടെ സുരക്ഷിതമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യാനും പുറത്തുള്ള ആളുകൾക്ക് ഇവിടേക്ക് വരാനും സാധിക്കും. നമ്മുടെ ആ ഒരു വടകരയുടെ ആ പ്രതാപം നഷ്ടപ്പെടുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അതുകൊണ്ട് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഇവിടെ മേൽപ്പാലമാണ്. അത് നേരത്തെ നമുക്ക് 830 മീറ്റർ നമുക്ക് അനുവദിച്ച് കിട്ടി എന്ന് പറയുകയാണ്. നിങ്ങളെല്ലാവർക്കും വടകര മുനിസിപ്പാലിറ്റി അതിന് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അന്നത്തെ ചെയർപേഴ്സൻ്റെ ഫ്ലക്സൊക്കെ വെച്ച് എല്ലാ സ്ഥലത്തും ഫ്ലക്സ് വെച്ചതാണ്. പക്ഷേ അത് പിന്നീട് 560 മീറ്ററായി ചുരുങ്ങുകയാണ് ചെയ്തത്. അത് നേരത്തെ പറഞ്ഞതുപോലും നമുക്ക് അനുവദിച്ച് കിട്ടിയില്ല. അപ്പോൾ അത് അനുവദിച്ച് കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രിക്ക് നമ്മൾ കത്തയച്ചിട്ടുണ്ട്. ROA തിരുവനന്തപുരത്ത് ROA പോയി 2 മുതൽ, ഇപ്പം പുതിയ RO വന്നു, നേരത്തെയുള്ള RO TL മീണ, ഇപ്പോൾ വന്ന കേണൽ, ഇവരെയൊക്കെ നമ്മൾ ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് അവരുടെ അടുത്ത് നിവേദനം കൊടുക്കുകയും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇപ്പോൾ വന്ന RO കുറച്ചുകൂടി പോസിറ്റീവായി കാര്യങ്ങളെ സമീപിച്ചു. അവരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഇവിടുത്തെ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സോയിൽ വീക്കാണെങ്കിൽ നമുക്കിവിടെ അനുവദിക്കാമെന്നാണ് RO നമുക്ക് മറുപടി തന്നത്. അപ്പം സോയിൽ വീക്കാണ് എന്നതാണ് ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. ഇപ്പോൾ അവിടെ പണി നടക്കുന്നില്ല, നമുക്കൊരു സാധ്യത അതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇതിന് പിറകിൽ ഒരു MLA എന്ന നിലയ്ക്ക് പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഈ വടകരയ്ക്ക് വേണ്ടിയിട്ട് നിരവധി തവണ ആ പരിശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. എല്ലാ പരിശ്രമങ്ങളും നടത്തുന്നുണ്ട്, കിട്ടുന്നത് വളരെ കുറവാണ്. പക്ഷേ ഒന്നും ശ്രമിക്കാതിരുന്നിട്ടില്ല. നമുക്ക് വന്ന പദ്ധതികൾ മുഴുവൻ നടപ്പാക്കാനുള്ള ശ്രമമാണ് വടകര MLA എന്ന നിലയ്ക്ക് നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് അണ്ടർപാസുകൾ നമുക്ക് ഇതിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് MLA എന്ന നിലയ്ക്ക് നടത്തി ഇടപെടലിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ കുറച്ച് അണ്ടർപാസുകളുണ്ട്. അതൊന്നായിരുന്നു പുതുപ്പണം മൂരാട് കഴിഞ്ഞാൽ കരിമ്പനപ്പാലം കഴിഞ്ഞാൽ പിന്നെ മൂരാട് കഴിഞ്ഞാൽ കരിമ്പനം പാലം മാത്രമേ നമുക്ക് അടിപ്പാതയുള്ളൂ. അതിനിടയ്ക്ക് ഒരു മുറിച്ച് കിടക്കാൻ ഒരു മാർഗവുമില്ലായിരുന്നു. ഇത് അന്നത്തെ PDയും 2022 ഇത് വന്ന ഉടനെ അന്നത്തെ PDയും ഇവരൊക്കെ അവരെ നേരിട്ട് വിളിച്ചു ഇവിടെ വന്ന് കാണിച്ചു. അവസാനം ഇത് കിട്ടിയേ മതിയാവുള്ളൂ എന്ന് നമുക്ക് നിർബന്ധം പിടിച്ച് നമുക്ക് അവസാനം SP ഓഫീസ്, അപ്പോഴത്തേക്ക് പണി ഏകദേശം പൂർത്തിയായിരുന്നു, SP ഓഫീസിൻ്റെ അടുത്ത് നമുക്ക് ഒരു അടിപ്പാത അനുവദിച്ച് കിട്ടിയത്. തീർച്ചയായിട്ടും നമ്മുടെ ഇടപെടലിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് അടിപ്പാത കിട്ടിയത്. അതിനപ്പുറത്ത്
പാലയാട്ട് നട ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജെങ്കിലും കിട്ടണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനുവദിച്ചു എന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ ആ പ്രവൃത്തി തുടങ്ങാത്തത് കൊണ്ട് ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അനുവദിച്ച് കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമുക്ക് ഉറപ്പ് തന്നതാണ് അവിടെ ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് എന്ന്. സ്ലോപ്പായിട്ടുള്ള ഫൂട്ട് ഓവർ ബ്രിഡ്ജാണ് പറഞ്ഞത്. നമുക്ക് സാധാരണ സ്റ്റെപ്പായിട്ടുള്ള ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വേണ്ട, ആളുകൾക്ക് കയറിപ്പോകാൻ കഴിയുന്ന തരത്തിലുള്ള റാമ്പ് മാതിരി ഫൂട്ട് ഓവർ ബ്രിഡ്ജ് അനുവദിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അനുവദിച്ചു തരും എന്നാണ് നമുക്ക് പറഞ്ഞത്. കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനിപ്പുറത്ത് നമ്മൾ ഇടപെട്ട് കിട്ടിയത് ഒന്ന് മടപ്പള്ളി കോളേജിലുള്ള മറ്റൊരു അണ്ടർപാസ്സാണ്. അവിടെ ഒരു അണ്ടർപാസ്സേ ഉണ്ടായിരുന്നുള്ളൂ നേരത്തെ DPR. അത് നാദാപുരം റോഡിലായിരുന്നു. നാദാപുരം റോഡിലും മടപ്പള്ളിക്കും ഇടയിലായിരുന്നു. അത് ULCCക്ക് അടുത്തായിരുന്നു ആ അടിപ്പാത അനുവദിച്ച് കിട്ടിയത്. ആ അടിപ്പാത കൊണ്ട് ഒരു ഗുണവുമില്ല. മടപ്പള്ളിക്കാർക്കും ഗുണമില്ല, നാദാപുരം റോഡുകാർക്കും ഗുണമില്ലായിരുന്നു. കാരണം നാദാപുരം റോഡിൽ നമുക്കറിയാം മടപ്പള്ളി സ്കൂൾ ബോയ്സും ഗേൾസും ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുണ്ട്. അവിടേക്ക് ഈ അടിപ്പാത ഇല്ലെങ്കിൽ കുറേ ദൂരം നടക്കണം ഇപ്പുറത്താണെങ്കിൽ. അപ്പോൾ അത് പറ്റില്ല എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. പക്ഷേ അവർ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, മടപ്പള്ളിയിൽ ഉണ്ടായിരുന്നുമില്ല. അതുകൊണ്ട് മടപ്പള്ളിയിൽ അവിടുത്തെ നാട്ടുകാരും എല്ലാവരും ചേർന്ന് സമരം തുടങ്ങി അവിടെ അടിപ്പാത അനുവദിച്ച് കിട്ടണമെന്ന്. അതിൽ നമ്മൾ വളരെ കാര്യക്ഷമമായി ഇടപെട്ടു. അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അദ്ദേഹത്തിന് ഈ സമയം നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നമുക്ക് മടപ്പള്ളിയിൽ ഒരു അടിപ്പാത അനുവദിച്ച് കിട്ടിയത്. മടപ്പള്ളി അടിപ്പാത കിട്ടിയത് കൊണ്ട് നേരത്തെ അനുവദിച്ച അടിപ്പാത നമുക്ക് നാദാപുരം റോഡിലെ ആ സെൻറ്ററിലേക്ക് മാറ്റാൻ സാധിച്ചു. അത് രണ്ടും നമുക്ക് വലിയ ഉപകാരപ്രദമായി മാറുന്നു കിട്ടും. തൊട്ടപ്പുറത്ത് കണ്ണൂക്കരയിലായിരുന്നു. കണ്ണൂക്കരയിലും നമ്മുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് കണ്ണൂക്കര അടിപ്പാത കിട്ടി. അപ്പുറത്തെ മടപ്പള്ളി കോളേജ് മുക്കാളിൽ നേരത്തെ നമ്മൾ നടന്നു പോയിരുന്ന ഒരു വഴി ഉണ്ടായിരുന്നു. അത് അവർ ഡ്രൈനേജാണ്, ഇനി അത് അടിപ്പാതയല്ല എന്നാണ് നമ്മളോട് പറഞ്ഞത്. അടിപ്പാത എന്ന ഭൂമിയിൽ അടിയിൽ കൂടെ പോകുന്നവരെ സംബന്ധിച്ച് അടിപ്പാതയല്ല. അപ്പം അത് ഡ്രൈനേജ് ആക്കാൻ വേണ്ടിയായിരുന്നു അവരുടെ തീരുമാനം. പക്ഷേ അവിടുത്തെ നാട്ടുകാരും എല്ലാവരും കർശനമായി നിന്നു. നമ്മൾ അതിൻ്റെ കൂടെ നിന്നു. അവിടെയും നമുക്ക് ഒരു അടിപ്പാത അവർ നാട്ടുകാരെല്ലാം ചേർന്ന് വളരെ മനോഹരമായിട്ട് അതുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ നിൽക്കാൻ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ മുൻപന്തിൽ നിന്ന് അത് നേടിയെടുക്കാൻ വടകരക്കാർക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട് എന്നതാണ് ഞാൻ ഇത്ര സവിസ്തരം പറഞ്ഞത്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കാൻ ഞാൻ ഒന്നും ചെയ്തില്ല എന്നുള്ള വ്യാപകമായ പ്രചരണം തരുമ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഈ നാടിൻ്റെ ഇത്തരം വിഷയങ്ങളോടൊപ്പം നിൽക്കാൻ എന്നും പരിശ്രമിച്ചിട്ടുണ്ട്. ഇനിയും തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിരവധി പദ്ധതികൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാണ്ട് വടകരയെ ഏറ്റവും നല്ല ആധുനികമായ ഒരു ഇതാക്കി മാറ്റണം എന്നുള്ളത് തന്നെയാണ് മനസ്സിലുള്ളത്. അതിൽ പ്രധാനപ്പെട്ട 1-2 പദ്ധതികൾ എന്ന് പറഞ്ഞാൽ കടൽ തീരം മുഴുവൻ സംരക്ഷിക്കാൻ ചെല്ലാനം മോഡൽ ട്രെട്രോപോഡ് ഉപയോഗിച്ചുള്ള കടൽ ഭിത്തി. കാരണം ഈ കല്ലിട്ട് കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല, 5-10 വർഷം കഴിഞ്ഞ് കല്ല് മുഴുവൻ ഒഴിച്ചു പോകും. കടലിൽ കായം കലക്കിയതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പൈസ മുഴുവൻ നമ്മൾ കലക്കുകയാണ്. കടൽ ഭിത്തി നിർമ്മാണം എന്ന് പറയുന്നത് അതാണ്. കുറേ കഴിഞ്ഞാൽ കടൽ മുഴുവൻ ഈ കല്ല് വലിച്ചു പോകുന്ന. പക്ഷേ അതിന് നമുക്ക് ശാശ്വതമായ പരിഹാരമാണ് ആവശ്യം. ഈ ഒരു ചെല്ലാനത്ത് തീർച്ചയായിട്ടും വളരെ ശാശ്വതമായൊരു അവസ്ഥയുണ്ട്. നമുക്കത് വടകരയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോഴത്തെ പ്രകടന പത്രികയിൽ നമ്മൾ അതാണ് ആഗ്രഹിക്കുന്നത്. തീരദേശ നിവാസികളെ സംരക്ഷിക്കാൻ വേണ്ടി ചെല്ലാനം മോഡലിലുള്ള ഒരു പദ്ധതിക്ക് വേണ്ടിയുള്ള പരിശ്രമം അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുമുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് അത് കൊണ്ടുവരാനുള്ള പരിശ്രമം നമ്മൾ നടത്തും എന്നുള്ളതാണ്. മറ്റൊന്നാണ് നമ്മൾ കടത്തനാട് എന്ന് പറയുന്നത്. ആ കടത്തനാടിൻ്റെ പാരമ്പര്യം നമുക്ക് സംരക്ഷിക്കണം. അതിന് നേരത്തെ നമ്മൾ കൊടുത്തിരുന്നു കടത്തനാടിൻ്റെ കളരിയെ സംരക്ഷിക്കാൻ. അതൊരു കളരി അക്കാദമി ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത് സർക്കാരിൻ്റെ അടുത്ത് പ്രപ്പോസലായിട്ട് നമ്മൾ കൊടുത്തതാണ്. അത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒരു ഭരണമൊക്കെ മാറി വന്നാൽ ഈ കടത്തനാടിലെ കളരികളെ മുഴുവൻ യോജിപ്പിച്ചുകൊണ്ട് ഇപ്പം വലിയ അംഗത്തട്ടൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ആ ഒരു പ്രപ്പോസൽ നമുക്ക് കൊണ്ടുവരണം എന്നുള്ള വലിയ ഒരു സ്വപ്നം മനസ്സിലുണ്ട്. മറ്റൊന്ന് നമ്മുടെ ഭിന്നശേഷി കുട്ടികൾക്ക് അവർ അനുഭവിക്കുന്ന വലിയ പ്രയാസങ്ങളുണ്ട്. അവർക്കൊരു റിഹാബിലിറ്റേഷൻ സെൻറ്റർ അത് ഒരു നേരത്തെയുള്ള എൻ്റെ ഒരു സ്വപ്നമാണ്. അത് പ്രാവർത്തികമാക്കണം. കാരണം ഈ കുട്ടികൾക്കൊക്കെ വലിയ പ്രയാസം. അവർ കാലശേഷം എന്ത് ചെയ്യും? അവരെ അല്ലെ ഒരു തൊഴിലെടുത്ത് അവരെ കുട്ടികൾ 18ഉം 20ഉം ഒക്കെ വയസ്സായ കുട്ടികൾ എല്ലാവരും രക്ഷിതാക്കളെ ആശ്രയിച്ച് ജീവിക്കുകയാണ്. അവർക്ക് ഒരു തൊഴിൽ കിട്ടാൻ കഴിയുന്ന തരത്തിൽ അവരെ പരിശീലിപ്പിച്ച് അവർക്ക് അതിനുള്ളൊരു മാർഗം ഉണ്ടാക്കി കൊടുത്താൽ ഒരു വലിയ ആശ്വാസമാണ് ആ മേഖലയിലുള്ള കുട്ടികൾക്ക്. അങ്ങനെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തും. അതുപോലെ തന്നെ സാംസ്കാരികമായി വലിയ ഉന്നതിയിലുള്ള ഒരു കേന്ദ്രമാണ് നമ്മുടെ വടകര എന്ന് പറയുന്നത്. നിരവധി സാംസ്കാരിക പരിപാടികൾ ഇവിടെ നടക്കാറുണ്ട്. നിരവധി കടത്തനാട് ഉത്സവം പോലെയുള്ള മഹോത്സവങ്ങൾ നമുക്ക് നടത്താറുണ്ട്. ബുക്ക് ഫെസ്റ്റുകൾ നടത്താറുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിവെച്ചുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമാക്കിയിട്ട് ഇവിടെയും അതിനുള്ളൊരു കേന്ദ്രം വടകരയിൽ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് പദ്ധതികൾ നമ്മുടെ മനസ്സിലുണ്ട്. അതിനുള്ള പരിശ്രമമാണ് ഇനി തിരഞ്ഞെടുക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ വടകരയിലെ ജനങ്ങളോട് പറയുന്നത് അതിനോടൊപ്പം ഉണ്ടാകും എന്നതാണ്. ഈ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത് ഈ നാട്ടിലെ ആളുകൾ ജനങ്ങൾ ഒരു ജനപ്രതിനിധി നിലയ്ക്ക് എൻ്റെ അടുത്ത് വരുന്ന
ഒരാളെ പോലും നിരാശപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ കൈമുതൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് എല്ലാം ചെയ്തു കൊടുത്തു എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. പക്ഷേ അവരെ നിരാശപ്പെടുത്താതെ അവർ പറയുന്ന പരാതികൾ കേൾക്കാനും അവരെ കൂടെ ആ ഒരു സമാധാനത്തിൽ ഒന്ന് സമാധാനിപ്പിച്ച് വിടാനെങ്കിലും എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജനപ്രതിനിധികൾ ചെയ്യേണ്ട ഏറ്റവും പ്രാഥമികമായ കടമ, നിങ്ങൾ എന്ത് വികസനം കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ചെയ്യേണ്ടത് ജനങ്ങളുടെ വരുമ്പോൾ അവരുടെ ഒരു പ്രയാസം വരുമ്പോൾ നമുക്ക് അവരെ കേൾക്കാനും അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനും സാധിക്കും എന്നുള്ള അതിന് കൂടെ നിന്നു എന്നൊരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ സമയം ഞാൻ സമീപിക്കുന്നത്. പാലിയേറ്റീവ് മേഖലയിൽ മറ്റൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് സ്കൂട്ടറുകളും 2 വീലറുകളും ഒക്കെ പല ആളുകളുടെയും ബന്ധത്തിൽ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ചില വീടുകൾ നിർമ്മിക്കാനുള്ള സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത്തരം ആളുകളെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് ഏകദേശം 40 ലക്ഷത്തിലധികം രൂപ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഓഫീസ് പ്രവർത്തനവും വളരെ സജീവമായിട്ട് തന്നെ ഈ 5 വർഷവും കൊണ്ടുപോയിട്ടുണ്ട് എന്നതാണ്. ഈ വടകരയിലെ ജനങ്ങൾ തന്ന വോട്ട് അവരെ വിജയിപ്പിച്ചതിന് അവരോടൊപ്പം നിൽക്കാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ പ്രാവശ്യവും വോട്ട് തേടി ജനങ്ങളെ സമീപിക്കുന്നത്. തീർച്ചയായിട്ടും അതിനൊപ്പം ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ അവസരത്തെ സൂചിപ്പിക്കുന്നത്. സ്ഥാനാർത്ഥികൾ വന്നപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹത്തോട് ചോദിച്ചത് രാഷ്ട്രീയ പഴകത്തിലുള്ള വടകര ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം അതിനുള്ള മറുപടി പറഞ്ഞത് എന്തുകൊണ്ട് ഇവിടുത്തെ ജനപ്രതിനിധി ഒരു സർവകക്ഷി യോഗം വിളിച്ചില്ല. നിങ്ങളെല്ലാം പറഞ്ഞു 40 പ്രൊപ്പോസൽ വെച്ചിട്ട് ഒന്നും അവിടെ പെൻഡിങ്ങിലാണ്. എന്തുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരു സർവകക്ഷി നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായില്ല? ഇവിടെ CPM എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, അവർക്കും വികസനം വേണ്ടേ? മറുപടി അല്ല, സർവകക്ഷി യോഗം വിളിക്കണമെങ്കിൽ നമുക്കത് നടക്കില്ല എന്ന് പൂർണ്ണമായിട്ടും തള്ളണം. നമുക്ക് പ്രതീക്ഷ ഉണ്ടല്ലോ, സർക്കാരിൻ്റെ അടുത്ത് ഫണ്ട് വെച്ചു നമുക്കത് ചില ഫണ്ടുകൾ നമുക്ക് കിട്ടുന്നു, വാങ്ങിയെടുക്കാൻ സാധിക്കുന്നു. അപ്പം ഇത്തരം പ്രപ്പോസൽ വിളിച്ചാൽ അത് അനുവദിച്ച് കിട്ടും. അല്ലെങ്കിൽ സർക്കാർ അത് പറ്റില്ല എന്ന് പറയണം. തീർച്ചയായിട്ടും നോക്കാം, അനുവദിക്കാം എന്നാണല്ലോ പറയുന്നത്. അവസാനം വരെ നമുക്കത് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു സർവകക്ഷി യോഗം വിളിക്കുക എങ്ങനെയാണ്? ഏറ്റവും നമ്മൾ പ്രതിസന്ധിയാവുന്ന ഒരു സമയത്താണ് നമ്മൾ സർവകക്ഷി യോഗം വിളിക്കേണ്ടത്. അപ്പം അങ്ങനെ വികസനത്തിന് വേണ്ടി സർവകക്ഷി യോഗം വിളിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതേ പറയാം, വികസനത്തിന് വേണ്ടി എനിക്ക് മുന്നേ ഈ 5 വർഷത്തിന് മുന്നേ ഇവിടെ ഏതൊക്കെ തരത്തിൽ അതിനുശേഷം ഇല്ലാതിരുന്ന എന്ത് പദ്ധതിയാണ് ഉണ്ടായിരുന്നത്? അതിന് മുന്നേ ഇവിടെ മന്ത്രിമാരൊക്കെ ഉണ്ടായിട്ട് ഏത് സർവകക്ഷിയാണ് ഇവിടെ വിളിച്ചത്? ഏത് വികസനമാണ് ഇവിടെ കൊണ്ടുവന്നത്? ആ ചോദ്യങ്ങൾ കൂടി ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിക്കുകയാണ്. അതിന് മുമ്പ് നടന്ന ഒരു വികസനമല്ല നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെമ്പാടും വലിയ തോതിലുള്ള വികസനം കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്തതിൽ നടന്നു. അത്തരത്തിലുള്ള ഒരു വികസനം, ഒരു വലിയൊരു പ്രൊജക്റ്റ് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് വടകര മണ്ഡലത്തിൽ എത്തിക്കാൻ വേണ്ടി MLA എന്നുള്ള രീതിയിൽ താങ്കൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പരാതി. അല്ല, ഒരു കാര്യം, ഈ പ്രോജക്റ്റ്, വലിയ പ്രോജക്റ്റ് നിങ്ങൾ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ എടുത്തു നോക്കിയാൽ, ഞാൻ പറഞ്ഞു കിഫ്ബി വന്ന ഉടനെ 2016 എല്ലാ സ്ഥലത്തും വലിയ പ്രോജക്റ്റ് കൊടുത്തത്, പാസ്സായത്. അതിൻ്റെ പണി പൂർത്തിയാക്കിയത് വീണ്ടും ഒരു 5 വർഷം കൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ നടക്കൂ. 2016 ആ കാലഘട്ടത്തിലാണ് ഫണ്ട് കൊടുത്തത്. ഈ 2021 ഞങ്ങൾ വന്ന സമയത്ത് 2 വർഷം പിന്നീട് കോവിഡ് വന്നു, ഫണ്ട് നിന്നു. കോവിഡ് വന്നതിന് ശേഷം ഞങ്ങൾ പോയി പുതിയ പ്രപ്പോസൽ കൊടുക്കും. ഫണ്ട് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല സർക്കാർ. പുതിയ പ്രപ്പോസലുകൾ വെക്കാതിരുന്നിട്ടല്ല, അതിന് ഫണ്ട് കിട്ടാത്തത് കൊണ്ടാണ്. വടകരയ്ക്ക് ബഡ്ജറ്റ് ഫണ്ട് തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ. 15ഉം 50ഉം 40ഉം 100ഉം കോടിയൊക്കെ കൊടുത്ത മണ്ഡലങ്ങളുണ്ട്. ധർമ്മടം മണ്ഡലത്തിൽ 1200 കോടിയോ മറ്റോ കൊടുത്തിട്ടുണ്ട്. ബേപ്പൂർ മണ്ഡലത്തിൽ എത്ര കോടികൾ കൊടുത്തു? എന്തേ നമുക്ക് ആ കോടികൾ തരാതിരുന്നത്? അത് MLAക്കല്ലല്ലോ, വടകര മണ്ഡലത്തെയല്ലേ അവഗണിച്ചത്. 5 കോടി മാത്രമാണ്, അതിലപ്പുറത്ത് 1 രൂപ. ഞങ്ങൾ ബാലഗോപാൽ മിനിസ്റ്റർ എടുത്ത്, ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ അടുത്ത് 2 പ്രപ്പോസലെങ്കിലും തരണമെന്ന് പറഞ്ഞിട്ട് ഓരോ സമയത്തും നമ്മൾ ഇതും കൂടി അനുവദിച്ച് തരണമെന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് അവരെ പോയി കണ്ട് നിവേദനം കൊടുക്കും ഓരോ ബഡ്ജറ്റ് വരുന്നതിൻ്റെ മുന്നേ. പക്ഷേ ആ ഫണ്ട് മറ്റ് മണ്ഡലങ്ങളിൽ കൊടുക്കുന്ന പോലെ എന്തുകൊണ്ട് വടകരയ്ക്ക് തന്നില്ല എന്നുള്ളതാണ് ചോദ്യം. വടകരയിൽ ജനങ്ങൾക്കല്ലേ തരാതിരുന്നത്, MLAക്കല്ലല്ലോ. MLA പ്രപ്പോസൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഓക്കെ പറയാം, അതെന്തുകൊണ്ട് വടകരയ്ക്ക് തന്നില്ല? ഓരോ വർഷവും ചെയ്ത് തീർക്കേണ്ട സമയബന്ധിതമായിട്ടുള്ള പ്രവൃത്തികൾ, അത് ലൈറ്റായാലും മറ്റുള്ള ചെടി നീക്കൽ ഉൾപ്പെടെയായാലും ആ ഒരു പ്രവൃത്തിയിൽ സമയോചിതമായിട്ടുള്ള ഒരു ഇടപെടൽ MLAയുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ള ഒരു ആക്ഷേപമുണ്ട്.
അല്ല, ഞാനത് നേരത്തെ പറഞ്ഞു. ഞാനത് പിന്നെ ഇതിനു വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ അടുത്ത് കൊടുത്ത നിവേദനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിയമസഭയിൽ പ്രത്യേകമായി സബ്മിഷനായി അവതരിപ്പിച്ചു. ഇത്രയും ദുരിതമാണ് ഇവിടെയുള്ളത്, അത് അടിയന്തരമായി പരിഹരിക്കണം എന്നതാണ് എൻ്റെ സബ്മിഷൻ. ഒരു സബ്മിഷൻ ഉന്നയിക്കുന്ന, സബ്മിഷൻ എന്ന് പറഞ്ഞാൽ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ്. സബ്മിഷൻ ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള നടപടിയാണ് പിന്നീട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. പക്ഷേ അന്ന് മന്ത്രി പറഞ്ഞ മറുപടി, ഇവിടെ ഒരുപാട് അതിൻ്റെ DPR തയ്യാറാക്കി വരുന്നു, അതെല്ലാം നടപ്പാക്കും, അതിൻ്റെ കുറേ ഫണ്ടുകൾ അനുവദിച്ചു കഴിഞ്ഞു, അതെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഒരു പ്രശ്നവുമില്ല, MLA അവിടെ പോവാത്തത് കൊണ്ടാണ് എന്ന് മന്ത്രി പ്രത്യേകമായിട്ട് ആ മറുപടിയിൽ പറയുകയാണ്. ഞാനവിടെ എൻ്റെ തൊട്ടടുത്ത പ്രദേശം ഞാൻ പോയിട്ടില്ല എന്ന് മന്ത്രി അവിടെ നിന്ന് പറയുകയാണ്. അപ്പം മന്ത്രി തന്നെ പറഞ്ഞതെല്ലാം പൂർത്തിയായി എന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് അങ്ങനെ പറയുക? അപ്പം നമ്മളിത് കൊടുക്കാഞ്ഞിട്ടല്ല, സർക്കാർ അത് തന്നിട്ടില്ല എന്നുള്ളതാണ്. കൊയിലാണ്ടിക്ക് ഉൾപ്പെടെ കൊടുത്തിട്ടും വടകരയ്ക്ക് തന്നിട്ടില്ല. വടകരയ്ക്ക് ചോദിക്കാഞ്ഞിട്ടില്ല, ചോദിച്ചതാണ്. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ളത്. ഞാൻ ആ ഹാർബറിൽ ഒരുപാട് പ്രാവശ്യം തൊഴിലാളി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ മീറ്റിംഗ് വിളിക്കാനും അവിടെ പോവുകയും ഈ തൊഴിലാളികളൊക്കെ സംസാരിക്കുകയും ചെയ്തതാണ്. അതിലൊന്നും ഒരു വിഷയവുമില്ല. അതിപ്പം അത് സത്യത്തിൽ എന്താണ് ചെയ്യുന്നത്? സർക്കാരായിരുന്നു അത് ചെയ്യേണ്ടത്. ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്, CPM ആണ് ഭരിക്കുന്നത്. എന്തേ അവർ തരാതിരുന്നത്? അപ്പം അത് തരാതിരുന്നതിൻ്റെ രാഷ്ട്രീയ കാരണമാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വടകര MLAക്ക് എത്ര ഫണ്ട് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അനുവദിച്ച് തരേണ്ടതാണ്. ഇത്തരം വിഷയങ്ങളിൽ ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ എന്തുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും കൂടി മുഖവിലക്ക് എടുത്തുകൊണ്ട് ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടായില്ല? അല്ല, ഞാനത് പറഞ്ഞു, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. കാരണം അവിടെ സർവകക്ഷി വിളിക്കല്ല, ഞാൻ അതിന് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അതിൻ്റെ സാധനങ്ങൾ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുകയാണ് ചെയ്തത്. സർക്കാരിൻ്റെ ഉൾപ്പെടെ ജനപ്രതിനിധികളും അവിടുത്തെ ജനപ്രതിനിധികൾ, പിന്നെ അവിടുത്തെ മത്സ്യബന്ധന മേഖലയിലുള്ള തൊഴിലാളികളുടെ അവിടുത്തെ യൂണിയൻ്റെ ആളുകൾ, അവിടുത്തെ ജനപ്രതിനിധികൾ, ഇവരെല്ലാം വിളിച്ചിട്ട് അവിടെ യോഗം നടത്തിയിട്ടുണ്ട്. സർവകക്ഷിയല്ല, ആ മേഖലയിലുള്ള ആളുകളെ യോഗം വിളിച്ച് ചോമ്പാലിൽ യോഗം ചേർന്നിട്ടുണ്ട്. അടുത്ത പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, അതൊക്കെ ചേർന്നിട്ടുണ്ട്, കൃത്യമായി ചേർന്നിട്ടുണ്ട്. അതെ, അതുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേകമായിട്ടൊരു വീഡിയോ ഒക്കെ തയ്യാറാക്കി അവിടെ പോയിട്ട് ഒരു AI വീഡിയോ വരികയാണ്, AI ഫോട്ടോ വരികയാണ്, ഞാൻ അവിടുന്ന് കരഞ്ഞിറങ്ങുന്നത്. അത് മുഴുവൻ പ്രചരിപ്പിച്ചു. എത്ര ഹീനമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് നോക്കൂ. ഞാൻ ഏകദേശം 1.5 മണിക്കൂർ അന്ന് ആ ഹാർബറിൽ ചെലവഴിച്ചു. വളരെ സന്തോഷത്തോടെയാണ് ഹാർബറിലെ തൊഴിലാളികൾ മുഴുവൻ നമ്മളെ സ്വീകരിച്ചത്. അവിടെ ഒരു മെഗാ ക്ലീനിങ് നടത്തിയിരുന്നു MLAയുടെ നേതൃത്വത്തിൽ. ഒരു MLAമാരും അങ്ങനെ നടത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. MLAയുടെ നേതൃത്വത്തിൽ അവിടെ എല്ലാവരെയും ഉൾക്കൊള്ളും. അതിൻ്റെ മുന്നേ സർവകക്ഷി യോഗം അവിടെ വിളിച്ചു ചേർത്തു. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും, മുഴുവൻ സംഘടനക്കാരെയും, NCC ഉൾപ്പെടെ അവരുടെ പോലീസ്, കോസ്റ്റൽ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ യോഗം ആദ്യം വിളിച്ചു ചേർത്തു, ഉദ്യോഗസ്ഥന്മാരുടെ. എന്നിട്ട് അവിടെ തീരുമാനിച്ചു, നമുക്ക് ഈ ചോമ്പാൽ ഹാർബർ വൃത്തിയാക്കണം, കാരണം അത്രയേറെ മലിനമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തീരുമാനിച്ചു. അതിന് സർവകക്ഷി യോഗം വിളിച്ചത്. അപ്പം വിളിച്ചില്ല എന്ന് പറയുന്ന കാര്യം, അവിടെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. ആ തീരുമാനമെടുത്തു. നമുക്ക് അതിൻ്റെ ഡേറ്റ് കണ്ടു. ആ ഡേറ്റിന് ഞാനുൾപ്പെടെ നേതൃത്വം, ഞങ്ങളൊക്കെ അവിടെ ഇറങ്ങി ഒരു രാവിലെ മുതൽ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ മുഴുവൻ സാധനങ്ങളും ക്ലീൻ ചെയ്തുകൊണ്ട് പിന്നെ അവിടെ ഏറ്റവും ശുചിയായ ഒരു ഹാർബറാക്കി അന്ന് മാറ്റിയിരുന്നു. വീണ്ടും അതിൻ്റെ മാലിന്യങ്ങൾ എന്ന് പറയാം, പഴയ എത്രയോ വർഷങ്ങൾ മുന്നേയുള്ള പൊട്ടിപ്പൊളിഞ്ഞ ബോട്ടുകളും ഒക്കെ കൊതുക് വന്ന് അവിടുത്തെ ആളുകൾക്ക് ജീവിക്കാൻ, തൊഴിലാളികൾക്ക് അവിടെ പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്ത് എത്ര ലോഡ് സാധനങ്ങളാണ് അന്ന് അവിടെ നിന്ന് കയറ്റി അയച്ചതെന്ന് അറിയാമോ? വലിയ JCB കൊണ്ടുവന്നു. ഇതൊക്കെ ആ ചോമ്പാൽ ഹാർബറിൽ നടത്തിയ പ്രവർത്തനമാണ്. അത് MLAയുടെ നേതൃത്വത്തിലാണ് നടത്തിയത്. മുന്നേ ഏതെങ്കിലും MLAമാർ അങ്ങനെ നടത്തിയിട്ടുണ്ടോ? എനിക്കറിയില്ല. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് വളരെ ബോധപൂർവം നമ്മളെ മോശമാക്കി കാണിക്കാൻ MLAക്കെതിരെ ഒരു കാര്യം കൊണ്ട്, അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അതുവരെ ഇല്ല. അതുവരെ അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും നമ്മളോട്, ഏതെങ്കിലും സർവകക്ഷിക്കാർ ആ പ്രദേശത്തുള്ള, ഞാൻ ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ, നിങ്ങൾ സർവകക്ഷി യോഗം വിളിച്ചില്ല എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണസമിതിയുടെ ആളുകൾ MLAയുടെ അടുത്ത് വന്ന് നമുക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇത് പരിഹരിക്കണം, നിങ്ങളൊരു സർവകക്ഷി യോഗം വിളിക്കണമെന്ന് MLAയോട് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഒരാൾ പോലും MLAയോട് ആവശ്യപ്പെട്ടു എന്ന് പറയാൻ കഴിയും. എന്നിട്ട് ഞാൻ വിളിച്ചിട്ടില്ലെങ്കിൽ പറയാം. ഇങ്ങനെ ഒരു വിഷയം ആരെങ്കിലും പറഞ്ഞോ? നമ്മളിത് അറിഞ്ഞിട്ട് തന്നെ ഈ കാര്യങ്ങൾ ഇടപെടുകയാണ്. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നും അത്തരത്തിലൊരു നിർദ്ദേശവും അത്തരത്തിലൊരു അഭിപ്രായവും ഉണ്ടായിട്ടില്ല. ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളെ മോശമാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്തില്ല എന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു ശ്രമം മറു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. അത് ഈ വടകരയിലെ ജനം തിരിച്ചറിയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നും ഞാൻ ചോമ്പാൽ ഹാർബറിൽ പോയി വരികയാണ്. അവിടുത്തെ തൊഴിലാളികൾക്ക്, അന്ധമായ രാഷ്ട്രീയമില്ലാത്ത തൊഴിലാളികൾക്ക് അത്
നന്നായിട്ട് അറിയാം. ഞാൻ അവരുടെ കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് എനിക്ക്. മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി താങ്കൾ തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു ആശയം. അപ്പോൾ അത് സംബന്ധിച്ചതാണ്. അല്ല, ഞാനതാ പറയാം, ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട 2-3 സന്ദർഭങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഈ RDO ഓഫീസ് ആ സ്ഥലം അനുവദിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടും കിട്ടാത്തത് കൊണ്ട് അങ്ങ് ഇടപെട്ടെങ്കിൽ മാത്രമേ കിട്ടൂ എന്ന് പറഞ്ഞ് നേരിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി സംസാരിച്ചു. പിന്നെ അതിന് വേണ്ടി പറഞ്ഞതാണ്. മുഖ്യമന്ത്രി മീറ്റിംഗ് വിളിച്ചിരുന്നു. ആ മീറ്റിങ്ങിൽ തന്നെയാണ് ഞാനത് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചു. മറ്റൊന്ന് പറഞ്ഞൊരു കാര്യം, നമ്മുടെ മാഹിപ്പുഴയിൽ നിന്ന് വലിയ തോതിലുള്ള ഉപ്പുവെള്ളം കയറി നമ്മുടെ പ്രദേശം മുഴുവൻ വലിയ പ്രശ്നമായിക്കൊണ്ടുകയാണ്. അപ്പം നിയമസഭയിൽ ഞാൻ ആ ചോദ്യം ചോദിച്ചു. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി റെഗുലേറ്റർ കം ബ്രിഡ്ജ് നമുക്ക് അനുവദിച്ച് കിട്ടണം. കാരണം ഇൻലാൻഡ് നാവിഗേഷൻ മുഖ്യമന്ത്രിയുടെ വകുപ്പ് കൂടിയാണ്. അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിനെ നമുക്ക് റെഗുലേറ്റർ കം ബ്രിഡ്ജ് അനുവദിച്ച് തരണം എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് പോയി സംസാരിച്ച് കാര്യമാണ്. പിന്നെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ എല്ലാ സമയത്തും പോയിട്ട് നേരിട്ട് സംസാരിക്കാൻ കഴിയില്ല. നമ്മൾ എല്ലാ നിവേദനങ്ങളും എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് അറിയാം. അതിന് സമയാസമയം എനിക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊന്നും ഇല്ല എന്ന് പറയുന്നത് വെറുതെ എനിക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ആവശ്യമായ സമയത്ത് വടകര മണ്ഡലത്തിന് വേണ്ടി, വടകരയിലെ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. സ്ഥലങ്ങളുണ്ട്, കുഞ്ഞിപ്പള്ളി, അതുപോലെ തന്നെ പഴങ്കാവ്, പിന്നെ നമ്മുടെ കേളുബസ. ഈ കാര്യങ്ങളിൽ MLA-യുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ഇപ്പം അത് 3-മാണ് നമ്മുടെ പറഞ്ഞിട്ട് നടപ്പാക്കാത്ത പദ്ധതികൾ. എനിക്ക് തോന്നുന്നു അതും പഠിക്കാൻ വേണ്ടി RO പറഞ്ഞത്, അതും പഠിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ടൊക്കെ അയച്ചിട്ടുണ്ട്. അവരിവിടെ വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. അപ്പം സാധ്യമായ സ്ഥലത്ത് പഴങ്കാവിൽ എന്തായാലും തരുമെന്ന് ഉറപ്പ്. കുഞ്ഞിപ്പള്ളിയും ഒരു പരിശോധന നടത്തി കിട്ടുമെന്നാണ് പറഞ്ഞത്. കെളുബസാറിൻ്റെ സാധ്യത പരിശോധിക്കുകയാണ്. ഈ 3 വിഷയത്തിനും ഇടപെട്ടിട്ടുണ്ട്. ഈ 3 വിഷയത്തിനും അതിന് ROയുടെ നേരിട്ട് തന്നെയാണ് പോയി കണ്ടത്. ആ കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പഞ്ചായത്തുകളിൽ ക്രൈസ്തവം നടന്നിരുന്നു. അപ്പോൾ നിലവിലുള്ള കളിസ്ഥലം തന്നെ നശിപ്പിക്കുന്ന ഒരു സംവിധാനമല്ലേ ഇവിടെ ഉള്ളത്. വടകര മുനിസിപ്പാലിറ്റി പറയാനായിട്ട് അതെ. അപ്പോൾ അതിന് എന്തായാലും നടപടി സ്വീകരിച്ചു. അവിടെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലവിലുണ്ട്. അതിൻ്റെ MLA എന്ന നിലയിൽ എങ്ങനെയാണ് ഇടപെട്ടത്? അതെ, നമുക്കൊരു വലിയ വിഷയമാണ്. നാരായണ നഗർ ശരിക്കും പൂർണ്ണമായിട്ടും നമുക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലേക്കുള്ള ഒരു സ്റ്റേഡിയമാക്കി പുറത്തുനിന്നുള്ള കളിക്കാരെ വരെ കൊണ്ടുവരാൻ കഴിയുന്ന, ഏറ്റവും ഉന്നതിയിൽ അത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സ്റ്റേഡിയമാണിത്. പക്ഷേ അതിൻ്റെ പകുതി ഭാഗം ഇപ്പോൾ ഒരു ബിൽഡിംഗ് എടുത്തു, ഒരു ഹോളിഡേ മാൾ. 15 വർഷമായി അത് നിർമ്മിച്ചിട്ട് മുനിസിപ്പാലിറ്റിക്ക് കിട്ടേണ്ട ടാക്സ് കിട്ടുന്നില്ല. അതിൻ്റെ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ എന്നറിയില്ല. തർക്കത്തിലാണ്. ഒരു വലിയ ഭാഗം ഈ ഒരു ഹോളിഡേ മാൾ എടുത്ത് അത് നശിപ്പിച്ചിരിക്കുകയാണ്. അത് മുനിസിപ്പാലിറ്റിയുടെ തികഞ്ഞ അശ്രദ്ധ കൊണ്ടാണ് അത് വന്നിരിക്കുന്നത്. അതിന് നിയമസഭയിൽ ആദ്യത്തെ വർഷം തന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട സബ്മിഷൻ, അന്ന് MV ഗോവിന്ദൻ മാഷായിരുന്നു അന്ന് മിനിസ്റ്ററുടെ ഇതിനു വേണ്ടി നിയമസഭയിൽ അത് സബ്മിഷൻ അവതരിപ്പിച്ചതാണ്. അതിന് അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കണമെന്ന്. പക്ഷേ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. മുനിസിപ്പാലിറ്റീൻ്റെ ഭാഗത്തായിരുന്നു. നമുക്ക് അതിലിടപെടാൻ സാധിക്കില്ല. അത് നമ്മുടെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ആ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു തർക്കം, പുത്തൂരിലെ സ്റ്റേഡിയം നിലനിർത്തണം എന്ന് നമുക്ക് ആവശ്യമാണ്. അവിടെ അതേപോലെ തന്നെ പുത്തൂർ ഹൈസ്കൂൾ ധാരാളം കുട്ടികൾ പഠിക്കുന്നൊരു സ്കൂളാണ്. 4 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച ഒരു സ്കൂൾ നവീകരണത്തിന് വേണ്ടിയുള്ള ഫണ്ട് അവിടെയുണ്ട്. പക്ഷേ അത് നമുക്ക് നിർമ്മാണം നടത്താൻ സാധിച്ചില്ല. അത് ഗ്രൗണ്ടിൻ്റെ ചെറിയൊരു ഭാഗം, പക്ഷേ അത് ചെറിയൊരു ഭാഗമാണേ ഉള്ളൂ. ഒരു 18 സെൻറ്റോളം മാത്രമേ അത് എടുക്കുന്നുള്ളൂ എന്നതാണ്. പക്ഷേ ആ എടുത്തു കഴിഞ്ഞാലും ഗ്രൗണ്ടിന് പ്രശ്നമാവും എന്നുള്ളത് കൊണ്ട് അവിടുത്തെ കളിക്കാരും നാട്ടുകാരും ഒക്കെ അതിൻ്റെ പ്രതിഷേധം ഉയർത്തിയതുകൊണ്ട് അതും അവിടെ ബിൽഡിംഗ് എടുത്തിട്ടില്ല. ഇപ്പം അത് തർക്കത്തിൽ നിൽക്കുകയാണ്. ഏതായാലും ആ ബിൽഡിംഗ് അപ്പുറത്തേക്ക് മാറ്റാൻ കഴിയുമോ എന്നുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. ആ ഹൈസ്കൂൾ ഗ്രൗണ്ടും നമുക്ക് സംരക്ഷിക്കണം. അതുപോലെ തന്നെ ഹൈസ്കൂളും സംരക്ഷിക്കണം. അവിടെ ബിൽഡിംഗ് വരണം. കുട്ടികൾക്ക് വലിയ, കാരണം വെച്ചാൽ അവിടെ ലൈബ്രറി സൗകര്യത്തിനുള്ള ലാബ് സൗകര്യങ്ങൾ, ഒരു റെസ്റ്റ് റൂം ഒന്നും അവിടെ ഇല്ല. വലിയ പ്രയാസമാണ് പുത്തൂർ ഹൈസ്കൂളിലുള്ളത്. അപ്പോൾ നമുക്ക് ഹൈസ്കൂളിൻ്റെ സൗകര്യം വർദ്ധിപ്പിക്കണം. അതോടൊപ്പം ഈ ഗ്രൗണ്ടും നിലനിർത്തണം. അത് രണ്ടും നിലനിർത്താൻ ആവശ്യമായ പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. സമരവും കേസും നടക്കുന്നു. അപ്പോൾ 4 വർഷത്തിനിടയിൽ MLA മീറ്റിംഗോ അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്.
അല്ല, അതിനകത്ത് കോടതിയിലായതുകൊണ്ടാണ് പിന്നീട് നമുക്കതിലൊന്നും ഇടപെടാൻ സാധിക്കാതിരുന്നത്. പിന്നെ നമ്മൾ അതിനകത്ത് സർവകക്ഷി യോഗത്തിൽ അതിൽ ഇടപെട്ടില്ല, അല്ലെങ്കിൽ അവിടുത്തേത് വിളിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പോരായ്മയാണ്. ഞാനത് ഉൾക്കൊള്ളുന്നുണ്ട്. വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡ് പറയാൻ വടകര ഭാഗത്ത് യാതൊരുവിധ പ്രവർത്തനങ്ങളും നടന്നില്ല എന്നാണ് പ്രധാന ആശയം. ആ സമയത്ത് എന്താ പറയുന്നത്? അതെ, ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. നന്നായ ചോദ്യം വന്നത്. വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡ് സത്യത്തിൽ 2017-18 കാലത്തെ പ്രോജക്റ്റാണ്. ഞാൻ ഈ സമയത്തുണ്ടായില്ല. 2017-18 കാലത്ത് വന്ന ഒരു പ്രോജക്റ്റാണ്. അന്ന് അതിൻ്റെ ഭരണാനുമതി ആയതാണ്. പക്ഷേ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അത് നേരത്തെ 31 കോടി രൂപയാണ് അതിനനുവദിച്ചത്. പിന്നീട് ഭൂമി ഏറ്റെടുക്കാൻ പ്രശ്നമായി, ഫ്രീ സറണ്ടറായിട്ട് ആരും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഭൂമിയുടെ കൂടി വില കാരണം എന്നുള്ളതുകൊണ്ട് അതിനെ വീണ്ടും റിവേഴ്സ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അത് സത്യത്തിൽ ആ കാര്യങ്ങളൊക്കെ നമ്മളെ നിയമസഭയിൽ 3 MLA കൂടി ചേർന്ന് തന്നെയാണ് കൊടുത്തത്. അത് പിന്നീട് അത് ഫണ്ട് കിഫ്ബിയുടെ മീറ്റിങ്ങിൽ ഞങ്ങൾ വിളിച്ചു ചേർത്തിരുന്നു. അത് പിന്നെ ഫണ്ട് വീണ്ടും കൂട്ടിത്തന്നു. അത് ഫ്രീ സറണ്ടർ അല്ലാതെ ഭൂമി മതിൽ കെട്ടിക്കൊടുക്കാം എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു. വലിയ സമരങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നടന്നതാണ്. ആദ്യഘട്ടങ്ങളിൽ പിന്നെ അതിൻ്റെ സർവകക്ഷി വടകര മുനിസിപ്പാലിറ്റിയിലാണ് ഈ ഭാഗം മുഴുവൻ വരുന്നത്. വടകര ഭാഗത്തുള്ളത് 2.5 കിലോമീറ്ററാണ്. ബാക്കിയെല്ലാം വില്യാപ്പള്ളിയും നാദാപുരവും കുറ്റ്യാടിയും നാദാപുരവും 2 മണ്ഡലങ്ങളിലാണ്. നമ്മുടെ മണ്ഡലത്തിലുള്ളത് 2.5 കിലോമീറ്ററാണ്. അപ്പോൾ 2.5 കിലോമീറ്ററും കിടക്കുന്നത് വടകര മുനിസിപ്പാലിറ്റിയിലാണ്. ഈ മുനിസിപ്പാലിറ്റി ആദ്യഘട്ടങ്ങളിൽ സർവകക്ഷി യോഗം വിളിക്കുന്ന സമയത്ത് MLA പങ്കെടുപ്പിച്ചിരുന്നില്ല ആ കാര്യത്തിലൊന്നും. അപ്പം സർവകക്ഷി മീറ്റിങ്ങിൽ തന്നെ വില്യാപ്പള്ളിയുള്ള ആയഞ്ചേരിയുള്ള പ്രസിഡൻറ്റും വില്യാപ്പള്ളിയുള്ള ആളുകളും എല്ലാം നിരന്തരമായി എന്താ വടകര MLA പങ്കെടുപ്പിക്കാതിരിക്കുന്നത് എന്ന് അതിനകത്ത് തന്നെ ചോദ്യം വന്നതിന് ശേഷം മാത്രമാണ് പിന്നീട് നമ്മളെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചത്. പിന്നീട് നടന്ന ആകെ 2-3 മീറ്റിംഗ് മാത്രമേ അതിനുശേഷം നടന്നിട്ടുള്ളൂ. അപ്പം അതിനുശേഷം നിരവധി പ്രാവശ്യം നമ്മൾ മുനിസിപ്പാലിറ്റി അന്നത്തെ ചെയർപേഴ്സണും ഞങ്ങളെല്ലാവരും ചേർന്ന് അവിടെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പലതവണ അവിടുത്തെ ആളുകളെ വീടുകൾ കയറി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന് ഭൂമി വിട്ടുകിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ കൂടുതൽ ഭാഗവും ഈ മാർക്കറ്റ് റോഡ് ഇവിടെയാണ് വരുന്നത്. അവിടെ കടകളാണ്. ഈ കടയുടെ ഉടമസ്ഥർ എവിടെയാണ് എന്നുള്ളത് അവിടെ ജന്മിമാരെ വിളിച്ചു ചേർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടന്നിരുന്നു. പക്ഷേ അത് നടക്കാൻ സാധിച്ചില്ല. അത് നടക്കാതെ പോയി. പക്ഷേ അവിടുത്തെ കച്ചവടക്കാരെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. അവരൊന്നും അതിനെ അനുവാദം തന്നിരുന്നില്ല. നിരവധി ശ്രമങ്ങൾ അതിനകത്ത് നടത്തിയിരുന്നു. അത് അവസാന ഘട്ടത്തിലാണ് അത് നടന്നത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. തുടക്കം ഇടപെടാത്തതിൻ്റെ ഒരു കാരണം ഇതും കൂടി അതിനകത്തുണ്ട്. പക്ഷേ ഇടപെട്ടിട്ടും അത് നടക്കാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഏറ്റവും അവസാനം ഇപ്പം പുതിയ മുനിസിപ്പാലിറ്റി കൂടി വന്നതിന് ശേഷം നമ്മളതിനകത്ത് പിന്നീട് ഭൂമി വിട്ടുതരാൻ ഇവർ തയ്യാറാവുന്നില്ല. അവർ സമരത്തിലാണ്. അടുത്തേക്ക് പോകുമ്പോൾ ആളുകളൊക്കെ വലിയ പ്രശ്നം, കോടതിയിൽ പോവുകയാണ്, ഒരു കാരണവശാലും വീട്ടിലേക്ക് വരരുത് എന്നാണ് ഉടമസ്ഥർ നമ്മളോട് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് പലരും കോടതിയിലും കൂടിയാണ്. പിന്നീട് നമ്മൾ സർവേക്ക് വേണ്ടി റവന്യൂവിന് കൊടുത്തു. അപ്പം ഈ സ്ഥലം മുഴുവൻ ഇപ്പോൾ സർവേ ചെയ്തു. എത്ര കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ അളവ് മുഴുവൻ രേഖപ്പെടുത്തി. ഇനി നമുക്ക് കിട്ടേണ്ട സ്ഥലം വളരെ കുറവ് മാത്രമേ ഉള്ളൂ. 85% നമുക്ക് പിന്നെ പേപ്പർ സമ്മതപത്രം കിട്ടിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ പണി തുടങ്ങാൻ സാധിക്കൂ എന്നാണ് KRFB നമ്മളെ അറിയിച്ചത്. അപ്പോൾ 80% കിട്ടുക എന്ന് പറയുന്നത് പ്രയാസമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ അത് ഭൂരിഭാഗവും ടൗണാണ്, മാർക്കറ്റാണ്, കച്ചവട സ്ഥാപനങ്ങളായിരുന്നു. അതിൻ്റെ ഒരു പ്രയാസമാണ് നമുക്ക് നേരിട്ടത്. പക്ഷേ ഇപ്പോൾ സർവേ ചെയ്ത് ഭൂമി ലാൻഡ് മുഴുവൻ സത്യത്തിൽ എൻക്രോച്ച്മെൻ്റാണ് ഭൂരിഭാഗവും. വിട്ടുതരേണ്ട ഭാഗം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പം 85% ഏകദേശം ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് കിഫ്ബി KRFBയുടെ ഉദ്യോഗസ്ഥന്മാർ വന്നു, അതിൻ്റെ കാര്യങ്ങളെല്ലാം നീക്കി. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ASI പ്രവൃത്തി തുടങ്ങാൻ വേണ്ടി പോകുമായിരുന്നു. 15 കോടി രൂപ അതിനുവേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. അത് ലാപ്സായി പോവില്ല. ഒരു 5-6 മാസം കൊണ്ട് നമുക്ക് ഈ റോഡിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിയും. അവസാന ഘട്ടത്തിലാണുള്ളത്. അവസാനഘട്ട പ്രവർത്തനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. 6 മാസം കൊണ്ട് നമുക്ക് ഈ വില്യാപ്പള്ളി ചേലക്കാട് വടകര റീച്ച് നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും എന്ന് ഉറപ്പ് തരികയാണ്. അതിലൊരു സംശയവുമില്ല. ഞാൻ ജനപ്രതിനിധി ആണെങ്കിലും അല്ലെങ്കിലും അതിൻ്റെ പണി നടക്കും. അതിൻ്റെ എല്ലാ പണിയും പൂർത്തിയാക്കി അവസാനഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇടതുഭരണം അത്രയേറെ അപകടകരമായി മാറുകയാണ്.
ഉറപ്പായിട്ടും കേരളത്തിൽ മുഴുവൻ ഒരു UDF തരംഗം തന്നെയാണുള്ളത്. ഏത് മണ്ഡലങ്ങളിലും ആ ഒരു കാലാവസ്ഥയാണ്, രാഷ്ട്രീയ കാലാവസ്ഥയാണ് എന്നുള്ളത്. 10 വർഷത്തെ ഭരണം അങ്ങേയറ്റത്തെ ആളുകളെ മടുപ്പിച്ചിരിക്കുന്നു, വെറുത്തിരിക്കുന്നു. ഏത് മേഖലയെടുത്തും നമ്മളൊക്കെ ഇപ്പോൾ ഇലക്ഷൻ പ്രചരണവുമായിട്ട് താഴെത്തട്ടിൽ പോകുമ്പോൾ, ഇന്ന് ഞാൻ നമ്മുടെ PSC കോച്ചിങ് സെൻ്ററുകളിൽ പോയിരുന്നു. അവിടുത്തെ വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന PSC കോച്ചിങ് നടത്തുന്ന കുട്ടികൾ പറയും, ഞങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്, പഠിച്ച റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ഞങ്ങൾക്ക് ജോലി കിട്ടുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ എന്ന് അവരിങ്ങോട്ട് ചോദിക്കുകയാണ്. എന്നുവെച്ചാൽ റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന 1ാം റാങ്കുകാർക്ക് പോലും ജോലി കിട്ടാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് മുഴുവൻ ആളുകളും പുറത്തേക്ക് പോവുകയാണ്. തൊഴിൽ മേഖലകൾ മുഴുവൻ വലിയ സ്തംഭനം നേരിടുകയാണ്. വലിയ പ്രയാസങ്ങൾ താഴെത്തട്ടിലുള്ള ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മടുത്തു എന്ന ഒരു വാചകം മാത്രമേ നമുക്ക് താഴെ തട്ടിലുള്ള ജനങ്ങളുടെ അടുത്തുനിന്ന് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് വലിയ തോതിലുള്ള ജനവിരുദ്ധത ഈ സർക്കാരിനെതിരെയുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. UDF വലിയ മേൽക്കൈയോടുകൂടി തിരിച്ചു വരും കേരളത്തിൽ. ഇന്ദിരാ ഗ്യാരണ്ടി വലിയ പ്രതീക്ഷയാണ് ആളുകൾക്ക്. അതിലേറ്റവും സുപ്രധാനമായ ഒരു കാര്യം ആരോഗ്യരംഗത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഏറ്റവും കുത്തഴിഞ്ഞു കിടക്കുന്ന ഒരു മേഖല ഏതാണെന്ന് ചോദിച്ചാൽ ആരോഗ്യ മേഖലയാണ്. നമുക്കിവിടെ തന്നെ അറിയാം, വടകര ജില്ലാ ആശുപത്രി എന്നൊരു ബോർഡ് മാത്രമേ അവിടെയുള്ളൂ. അത് താലൂക്ക് ആശുപത്രിയുടെ ഫെസിലിറ്റിയാണ്. ജില്ലാ ആശുപത്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാഫ് പാറ്റേൺ മാറണം. അവിടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ടാകണം. അവിടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സർവീസ് ഉണ്ടാകണം. അവിടെ ഫോറൻസിക് ഉണ്ടാകണം. അവിടെ എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഉണ്ടാകും. കാത്ത് ലാബ് ഉണ്ടാകണം. അവിടെ കാർഡിയോളജിസ്റ്റ് ഉണ്ടാകണം. ഇതൊക്കെയാണ് ഒരു ജില്ലാ ആശുപത്രിക്ക് വേണ്ടത്. പക്ഷേ സർക്കാർ എല്ലാം മിഷനാണിപ്പം. സർക്കാരിൻ്റെ ആർദ്രം മിഷനാണ് ഈ ആരോഗ്യ മേഖല. ആർദ്രം മിഷൻ്റെ ഭാഗമായിട്ട് ഒരു ജില്ലയിൽ ഒരു ജില്ലാ ആശുപത്രിയേ ഉള്ളൂ. നമുക്ക് തന്ന സർക്കാർ ആരോഗ്യ വകുപ്പ് മന്ത്രി MLA എന്നൊക്കെ എനിക്ക് തന്ന മറുപടിയിലാണ് ഒരു ജില്ലാ ആശുപത്രി മാത്രമേ ഒരു ജില്ലയിലുള്ളൂ. അപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ള ആശുപത്രി കോഴിക്കോട് ബീച്ച് ആശുപത്രിയാണ്. അപ്പോൾ ഇവിടെ ജില്ലാ ആശുപത്രിയല്ല. അപ്പം നമ്മൾ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറയുന്നത് 25 ലക്ഷം രൂപ ഇൻഷുറൻസ് കൊടുക്കുമെന്നാണ്. അത് വളരെ ആശ്വാസമാണ്. ഇന്ന് സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ടാണ്. സർക്കാർ ആശുപത്രിയിൽ മതിയായ ചികിത്സ കിട്ടുന്നില്ല. ചികിത്സയ്ക്ക് പോയാൽ അവിടെ മരുന്ന് കിട്ടുന്നില്ല. ഒരു സൗകര്യങ്ങളുമില്ല. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരില്ലാത്തതുകൊണ്ട് എല്ലാവരും പ്രൈവറ്റ് ആശുപത്രിയെ ആശ്രയിക്കുകയാണ്. നമുക്ക് ഈ വടകരയെ മാത്രം ഉദാഹരണമായിട്ട് എടുത്താൽ മനസ്സിലാക്കാൻ സാധിക്കും. നീണ്ട ക്യൂ ആണ്. ഇപ്പോൾ ഡോക്ടർമാർ IMAയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, മീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്. അന്ന് അവിടെ ഡോക്ടർമാർ അവരോട് പറയണേ, ഞങ്ങൾക്ക് ആവുന്നില്ല, കാരണം ഞങ്ങൾക്ക് കഴിയുന്നതിലും അധികം താങ്ങാവുന്നതിലും അധികം പേഷ്യൻറ്റിനെ നോക്കേണ്ടി വരികയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പേഷ്യൻ്റ് വലിയ ബാഹുല്യമാണ്. ഒരു 100-150 ആളെ ഒരു ദിവസം നോക്കേണ്ടി വരുമ്പോൾ ഈ ഡോക്ടർമാർക്ക് കഴിയുന്നില്ല. കാരണം ഡോക്ടർമാരെ കുറവാണ്, ഡോക്ടർമാരെ നിയമിക്കുന്നില്ല. ഉള്ള ആളുകൾക്ക് അധിക ഭാരം കൊണ്ട് അവർക്ക് വലിയ പ്രതിസന്ധി അവർ നേരിടുകയാണ്. ഒരു പക്ഷേ ആശുപത്രികളൊക്കെ വലിയ അക്രമങ്ങൾ നേരിടുന്നത് നമ്മൾ കാണുകയാണ്. അത് ചില കൈപ്പിഴകൾ ഉണ്ടാകുന്നത് അവർക്ക് വരുന്ന സമ്മർദ്ദമാണ്. കാരണം ആശുപത്രി ആവശ്യമായ ജീവനക്കാരില്ല, പാരാമെഡിക്കൽ സ്റ്റാഫുകളില്ല. ഇതൊക്കെ ഉള്ള ആളുകൾക്ക് അധിക സമ്മർദ്ദം ഉണ്ടാവുകയും അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കാത്തയും വരികയുണ്ട്. വലിയ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആരോഗ്യ മേഖലയ്ക്ക് വലിയ മാറ്റം ഉണ്ടാകണം. നമ്മുടെ അടിസ്ഥാനമായി നമ്മുടെ സാധാരണ മനുഷ്യർക്ക് ചികിത്സ കിട്ടുന്ന ഒരു സൗകര്യം ഉണ്ടാകണം. അപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടി 25 ലക്ഷം കൊടുക്കൂ എന്ന് പറയുന്നത് അതൊരു പ്രതീക്ഷയാണ്. യുവാക്കൾക്ക്, പഠിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ കൊടുക്കും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുട്ടികളെ പുറത്തുപോയി പഠിക്കാതെ ഇവിടെ തന്നെ പഠിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അവരെ പ്രാപ്തമാക്കാൻ അവർക്കൊരു പ്രോത്സാഹനമാണ് അതിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വലിയ പ്രതീക്ഷയാണ് ഇവിടുത്തെ സ്ത്രീകൾക്ക്. ഇപ്പം നമുക്ക് കർണാടകയിലും തെലങ്കാനയിലുമൊക്കെ സ്ത്രീകൾ സൗജന്യ യാത്ര ചെയ്യാണ്. അപ്പോൾ കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര ചെയ്യാൻ കഴിയുമെന്ന് പറയുന്ന വലിയ പ്രതീക്ഷയാണ്. അപ്പം ഈ ഒരു ഗവൺമെൻറ്റിൽ വലിയ പ്രതീക്ഷയാണ് കേരളത്തിലുള്ളത്. പ്രത്യേകിച്ചും സ്ത്രീകൾ വലിയ പ്രതീക്ഷയോടുകൂടി ഈ UDF സർക്കാർ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഈ ഒരു ഗ്യാരണ്ടിയെല്ലാം പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു യുവജന സംഘടന 20 കോടി രൂപയാണ് നൽകിയത്. കോൺഗ്രസ് അവിടെ സ്വന്തം നിലയിൽ വീടെടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞ് അവർക്ക് ആകെ കിട്ടിയത് 5 കോടി രൂപ. കോൺഗ്രസിന് 5 കോടി രൂപ മാത്രമാണോ കിട്ടിയത് എന്നാണോ താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായം? അല്ല, അത് വളരെ വ്യക്തമായിട്ട് UDFൻ്റെ നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എനിക്ക് അതിലപ്പുറം മറുപടി എനിക്ക് പറയാൻ കഴിയില്ല. ഞാനൊരു കോൺഗ്രസ്സുകാരിയല്ല. അത് പറയേണ്ടത് കോൺഗ്രസ്സുകാരാണ്. കഴിഞ്ഞ 5 വർഷം ഒരു MLA പ്രാദേശിക അതിൽ നിന്ന്
എനിക്ക് ഞാൻ വളരെ പോസിറ്റീവാണ്. ഞാൻ വളരെ സ്മൂത്തായിട്ടാണ് ഈ ഒരു ഇലക്ഷൻ പ്രചരണം നടത്തുന്നത്. കാരണം വെച്ചാൽ എല്ലാവരും വളരെ സ്വീകാര്യതമായിട്ടാണ്. അവർക്കൊരു താഴെത്തട്ടിൽ ഒരു പരാതിയും ആർക്കുമില്ല. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ പ്രചരണങ്ങളല്ലാതെ അതിലപ്പുറത്തേക്ക് ഒരു പ്രതികരണവും എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. വളരെ നല്ല സ്വീകാര്യതയാണ് എല്ലാവരും തീരുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പരിപാടിക്കും നമ്മളെ ബന്ധപ്പെടുത്തിയിരുന്നില്ല. പലതരം ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. ഒരു പ്രോജക്റ്റും മുനിസിപ്പാലിറ്റി ഒന്നും കൊടുത്തില്ല എന്ന് പറയുന്നത്, ഒരു പ്രപ്പോസൽ പോലും നിങ്ങൾക്ക് MLA ഇത് മറ്റ് പഞ്ചായത്തുകൾ, ഇപ്പം ചോറോട് പഞ്ചായത്ത് CPM ആണ് ഭരിക്കുന്നതെങ്കിൽ പോലും അവർ നമ്മളോട് ചില പ്രോജക്റ്റുകൾ ആവശ്യപ്പെട്ട് നമ്മളത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മുനിസിപ്പാലിറ്റി ഒരു പ്രോജക്റ്റ് പോലും നമ്മളോട് ആവശ്യപ്പെട്ടില്ല. MLA ഇന്നത് തരണം, നമുക്ക് ഇന്നത് ചെയ്യാനുണ്ട്. അങ്ങനെയാണല്ലോ ഒരു സൗഹൃദത്തിൽ പോകുക. ഒരു MLA ആയാലും MP ആയാലും ത്രിതല പഞ്ചായത്തുകളായാലും ഒന്നിച്ചു പോകണം. അങ്ങനെ അവർ കൂടി യോജിച്ചുകൊണ്ടുള്ള ഒരു ഇത് പോകണം. അത് കഴിഞ്ഞ 5 വർഷവും എനിക്കുണ്ടായില്ല. പക്ഷേ കുറച്ചൊരു മാറ്റം ഈ ഭരണസമിതി മാറി വന്നതിന് ശേഷം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി ഞാനിവിടെ പറഞ്ഞു വെക്കുകയാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ആ ശ്മശാനം റോഡൊക്കെ നമുക്ക് പെട്ടെന്ന് ഇട്ടെടുക്കാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെയല്ലാതെ ആര് വന്നാലും, ഏത് MLA വന്നാലും ഏത് MP വന്നാലും അത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടേതാണ്. ഒന്നിച്ചു പോകണം. അതിനെ കക്ഷി രാഷ്ട്രീയം കാണിക്കരുത്. കക്ഷി രാഷ്ട്രീയം കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ വികസനമാണ് മുടങ്ങുന്നത്. അതെല്ലാവരും അതിനകത്ത് ജാഗ്രത കാണിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സ്ത്രീ സുരക്ഷയാണ് പിണറായി സർക്കാരിന്റെ വലിയ മുദ്രാവാക്യങ്ങളിൽ ഒന്നായിട്ട് പറയുന്നത്. ഏറെ സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ പ്രതികരണം. എന്ത് സ്ത്രീ സുരക്ഷയാണ് ലഭിക്കുന്നത് ഇവിടെ? എല്ലാ മേഖലയും സ്ത്രീകൾക്ക് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധിയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സൈബർ ആക്രമണങ്ങളുടെ കാര്യം തന്നെ എടുത്താൽ എന്ത് നടപടിയാണ് ഉണ്ടാകുന്നത്? ഞാനൊക്കെ കൊടുത്ത പരാതികൾക്ക് എണ്ണമുണ്ടോ? 2016 തെരഞ്ഞെടുപ്പ് നിങ്ങളാരും മറന്നിട്ടുണ്ടാവില്ല. ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്നു മത്സരിച്ചത്. ഞങ്ങൾ RMB എന്ന നിലയ്ക്ക് ഒറ്റയ്ക്ക് മത്സരിച്ചാണ്, ഒരു കക്ഷിയുടെയും ബലമില്ലാതെ. 4ാമത് കക്ഷിയായിരുന്നു. CPM, LDF, UDF, BJP 4ാമത് കക്ഷിയായിരുന്നു ഞങ്ങൾ. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് ഒരു വ്യാജ വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇവിടെ എന്നെ മോശമായിട്ട് ഈ വടകര മുഴുവൻ ചിത്രീകരിച്ചത് നമ്മൾ മറന്നിട്ടില്ലല്ലോ. ഒരു പെൺകുട്ടിയുടെ മോശം പറയുന്നത് ഇവിടെ ഒരു മീഡിയ എടുത്ത് അത് മുഴുവൻ ഈ നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിച്ചു. ഞാനതിനെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു. കോടതിയിൽ ആ കേസ് എടുത്തത് അതിൻ്റെ ഫൂട്ടേജ് ഇല്ല എന്ന മറുപടിയാണ് കൈരളി ചാനൽ കൊടുത്തത്. അവർക്കത് സമർപ്പിക്കാൻ സാധിച്ചില്ല. കാരണം വെച്ചാൽ ഇല്ല, അതുകൊണ്ട് അത് കൊടുക്കാൻ സാധിച്ചില്ല. ഇങ്ങനെ വ്യക്തിഹത്യ നടത്തുക ഒരാളെ. ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എൻ്റെ കോലം കെട്ടി ഇവിടെ അല്ലേ ഒരു രൂപം, ഒരു പെണ്ണിൻ്റെ മുലക്കച്ച കെട്ടിയ ഒരു പെണ്ണിൻ്റെ രൂപം എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു സ്ഥാനം. ഞാൻ 4ാമതാണ് മത്സരിച്ചത്. ഞങ്ങൾ മത്സരിച്ചത് കൊണ്ടാണ് അന്ന് CPM ഇവിടെ ജയിച്ചത്. അല്ലെങ്കിൽ നാണുവേട്ടൻ ഒരു കാരണവശാലും ഇന്ന് ഞങ്ങളെടുത്ത രാഷ്ട്രീയ നിലപാട് അന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും LDF ഇവിടെ MLA ഉണ്ടാവില്ല. എന്നിട്ട് റിസൾട്ട് അറിഞ്ഞ ഉടനെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കത്തിച്ചു. ഒരു സ്ത്രീ എന്ന പരിഗണന ഇല്ലാതെ എനിക്ക് എന്ത് സുരക്ഷയായിരുന്നു ഇവരുണ്ടായിരുന്നത്? ഇതൊക്കെയാണ് ഈ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് മറുപടിയാണ് ഉണ്ടാകുന്നത്? ഇതാണ് ഞങ്ങളൊക്കെ ഇപ്പോഴും സൈബർ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മാറ്റണ്ടേ? എന്തിനാണിത്? ഏത് കക്ഷിയില്ല. ഞാൻ ഇനിയിപ്പം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നാലും തെറ്റാണെന്നേ ഞാൻ പറയൂ. ഒരു സ്ത്രീയെപ്പോലും ആ തരത്തിൽ അപമാനിക്കും. നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാം, രാഷ്ട്രീയം പറഞ്ഞ് നേരിടാം. നിങ്ങൾക്ക് ഇപ്പോൾ വികസനത്തിൻ്റെ കാര്യം രാഷ്ട്രീയം പറയാം, എനിക്കൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ ചോമ്പാൽ നടത്തിയില്ല പറയാം, അത് നമുക്ക് മറുപടി പറയാം. അതിലപ്പുറത്തേക്ക് വ്യക്തിഹത്യ നടത്തി രാഷ്ട്രീയം കൊണ്ടുപോകുന്നതിന് എന്തിനാണ്? ആ രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ട സമയമായില്ലേ? ഇപ്പോഴും ആ പഴഞ്ചൻ രീതിയിലേക്ക് പോകുന്നത്. ഇതാണ് ഫാസിസം എന്ന് പറയുന്നത്. ഇപ്പോഴും ഭയക്കുകയാണ്. ഉറപ്പായിട്ടും CPM ചന്ദ്രശേഖരനെ ഭയക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. നേരത്തെ ഇപ്പം നമ്മൾ കാണേണ്ടത്, ഞങ്ങൾ 2008 ഒഞ്ചിയത്ത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. 2012 ഞങ്ങൾ കുലംകുത്തികളായി. ഇന്ന് കുലംകുത്തികളുടെ പ്രവാഹമാണ്. ഇനി എത്ര ഉണ്ടാകുമെന്ന് പറയാൻ സാധിക്കില്ല. അപ്പം ആ പാർട്ടിക്കകത്ത് നടക്കുന്ന അത്രയേറെ ആഭ്യന്തര സംഘർഷങ്ങൾ അത് ഇനിയും പൊട്ടിപ്പുറപ്പെട്ട് മുന്നോട്ട് വരുമെന്നതാണ്. അതൊക്കെ TP ആണ് അവർക്ക് കൊടുത്ത ധൈര്യം. ഒഞ്ചിയമാണ് അവർക്ക് കൊടുത്ത ധൈര്യം. ഇത്തരം വിമത ശബ്ദക്കാർക്ക് കൊടുക്കുന്ന, അവർക്ക് പറയാനുള്ള ധൈര്യം കിട്ടുന്നത്. ധൈര്യമില്ലാത്തത് കൊണ്ട് പലരും, ചന്ദ്രശേഖരൻ്റെ അനുഭവം ഉണ്ടാവുന്ന പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ അനുഭവത്തിന് ശേഷം CPMന് വല്ലാതെ ഭയമുണ്ട്. പാർട്ടിക്ക് വലിയ പ്രശ്നമുണ്ട്. ആളുകൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ TP ഒരു ഭയമായിട്ട് തന്നെ ആ പാർട്ടിക്കകത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും. നല്ല ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ വർഷത്തതിനെക്കാട്ടും ഇരട്ടി ഭൂരിപക്ഷത്തിൽ വടകരയിൽ UDF RMB സ്ഥാനാർത്ഥി വിജയിക്കാൻ സാധിക്കും. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്.
കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.